الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ആഴവും പരപ്പുമുള്ള ഒരു വിഷയമാണ് വിശ്വാസവും ജീവിതവും എന്ന് പറയുന്നത്. പ്രായം കുറച്ചധികമായതുകൊണ്ടും പുലർച്ചെ മുതൽ ഇതുവരെ യാത്രയിലായിരുന്നതുകൊണ്ടും വിശിഷ്യ നോമ്പ് ഉച്ചതിരിഞ്ഞതുകൊണ്ടും എന്നിൽ നിന്ന് ഈ വിഷയത്തോട് നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് പ്രതീക്ഷിക്കുന്നത് സ്വൽപ്പം കടന്ന കൈയായിരിക്കും. ചുരുക്കം ചില കാര്യങ്ങൾ വിഷയത്തിന്റെ അരികിൽ കൂടി സ്പർശിച്ചുകൊണ്ടുപോകാനേ മേൽപ്പറഞ്ഞ കാരണത്താലും മറ്റും സൗകര്യമുള്ളൂ. നിങ്ങൾ ക്ഷമിക്കണം. വിത്തും വൃക്ഷവും തമ്മിലുള്ള ബന്ധമാണ് വിശ്വാസവും ജീവിതവും തമ്മിലുള്ള ബന്ധം. മണ്ണിലാണ് വിത്തെറിയേണ്ടത്. വിത്തെറിയുന്നതിന് മുമ്പ് മണ്ണ് നന്നായി ഉഴുത് കിളച്ച് കട്ടയും കല്ലുമെല്ലാം പൊറുക്കി വിത്തിന്റെ അകത്തുള്ള പരിപ്പ് തിന്നുകളയുന്ന കീടങ്ങൾ വരാൻ സാധ്യതയുള്ള എല്ലാം ഒഴിവാക്കി കുണ്ടും കുഴിയുമൊക്കെ നികത്തി സമനിരപ്പാക്കി ഇതിന് ശേഷമാണ് വിത്തെറിയേണ്ടത്. ഭൂമിയിൽ മണ്ണിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം
ചെയ്യുന്നതിനോടൊപ്പം എറിയുന്ന വിത്ത് ഗുണമൊത്തതായിരിക്കണം. നന്നായി മൂപ്പെത്തിയ, മൂത്ത് പഴുത്ത, ധാരാളം മേനി വിളയിപ്പിക്കാൻ സാധ്യതയുള്ള വിത്തായിരിക്കണം ഭൂമിയിൽ ഊന്നുന്നത്, എറിയുന്നത്. മുളച്ചു വരുമ്പോൾ ഓരോ സന്ദർഭത്തിലും വളർച്ചയുടെ ഘട്ടത്തിനനുസരിച്ച് വളർച്ചയെ ത്വരിതപ്പെടുത്താനും പുഷ്ടിപ്പെടുത്തുവാനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും ഉതകത്തക്ക വിധം വളം ചെയ്യണം, കീടനാശിനികൾ ഉപയോഗിക്കണം. ഞാൻ ഒരു കർഷക തൊഴിലാളി, കൃഷി സംബന്ധമായി ഈ റമളാൻ മാസത്തിൽ പള്ളിയുടെ മുകളിലിരുന്ന് വർത്താനം പറയുകയാണ് എന്ന് ധരിക്കരുത്. അങ്ങോട്ട് വരികയാണ്. ഇങ്ങനെ ആണ് കൃഷി ചെയ്യുക, കൃഷി ചെയ്യേണ്ടത്. എങ്കിൽ എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് വളരെ വേഗം ചെടി വളയുകയും വളരുകയും ഇലക്കുകയും പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യും എന്നത് നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. വിളവെടുക്കാൻ വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത്, വേറെ ഒന്നിനുമല്ല. ഇതുപോലെയാണ് വിത്തും വൃക്ഷവും എത്ര കണ്ട് അഭേദ്യമാം വണ്ണം ബന്ധപ്പെട്ട് കിടക്കുന്നുവോ, വിത്തിൽ നിന്ന് എന്താണോ യഥാർത്ഥത്തിൽ വിത്തെറിയുന്നവൻ പ്രതീക്ഷിക്കുന്നത്, അതുപോലെ അഭേദ്യമാം വണ്ണം ബന്ധപ്പെട്ടതാണ് വിശ്വാസവും ജീവിതവും. എങ്കിലേ ഈ മുഅ്മിനായ കൃഷിക്കാരൻ പ്രതീക്ഷിക്കുന്ന വിളവ്, ഫലം അവന്റെ ജീവിതം മുഖേന എടുക്കാൻ കഴിയുകയുള്ളൂ. ഇതുപോലെ ഇവിടെ മണ്ണിന്റെ സ്ഥാനത്ത് മനസ്സാണ്, മനുഷ്യന്റെ മനസ്സ്. ഈ മനസ്സിലാണ് ഈമാൻ എന്ന് പറയുന്ന വിശ്വാസമാകുന്ന വിത്ത് വിതക്കേണ്ടത്. ഈ മനസ്സിലാണ് ആദ്യം പണിയെടുക്കേണ്ടത്. ലാ ഇലാഹ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യപുത്രനെ മാറ്റി പരിവർത്തിപ്പിച്ച് പരിഷ്കരിപ്പിച്ച് പുതിയ തരം സൃഷ്ടിയാക്കി വളർത്തി ഐഹികമായ സമാധാനവും പാരത്രികമായ മോക്ഷവും ഒന്നിച്ച് നേടിയെടുക്കുവാൻ അർഹനാക്കത്തക്ക വിധം മനുഷ്യനെ മാറ്റാൻ വേണ്ടി ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിൽ നിയോഗിച്ചുകൊണ്ടിരുന്ന വിശുദ്ധരായ പ്രവാചകന്മാർ മുഖേന എന്നും എവിടെയുമുള്ള മനുഷ്യനെ പഠിപ്പിച്ച പാഠങ്ങളിൽ അതിപ്രധാനപ്പെട്ട പാഠം, പ്രഥമ പാഠം, ഒന്നാം പാഠം ലാ ഇലാഹ എന്ന പാഠമാണ്. അതൊരു പാഠം. മനുഷ്യനായ എനിക്ക് എന്നേക്കാൾ ഉപരിയായ എന്തെങ്കിലും ഒരു കഴിവ്, ഒരു ശക്തി, ഒരു യോഗ്യത, ഒരു അർഹത
ഉണ്ട് എന്ന വിശ്വാസത്തോടുകൂടി വിചാരത്തോടുകൂടി ഭക്തി കാണിക്കുവാനോ കൈമലർത്തി പ്രാർത്ഥിക്കുവാനോ തലകുനിച്ച് ആരാധിക്കുവാനോ ജീവിതം സർവസ്വവും അർപ്പിച്ച് അവലംബിക്കുവാനോ അർഹതയുള്ള ഒരു ശക്തിയിലും എനിക്ക് വിശ്വാസമില്ല. ഇതാണ് ലാ ഇലാഹ ഒന്നാമത്തെ പാഠം. അമ്പിയാക്കന്മാര് പഠിപ്പിച്ച ഒന്നാമത്തെ പാഠം ഇതാണ്, ലാ ഇലാഹ. എനിക്കൊന്നിലും ഒരു വിശ്വാസവുമില്ല. ഞാൻ തികഞ്ഞ നാസ്തികനാണ്, നിഷേധിയാണ്. ഇത് പ്രഖ്യാപിച്ചാൽ പോരാ, പറഞ്ഞാൽ പോരാ. മനസ്സിൽ ഈ ധാരണ, ഈ പ്രഖ്യാപനം ശരിക്ക് രൂഢമൂലമാകേണ്ടതുണ്ട്. ആ മനസ്സിൽ ഈ ലോകത്തുള്ള ഒന്നിനോടും ഒരു ആശ്രയത്വമോ ഒരു ഭക്തിയോ ബഹുമാനമോ ആദരവോ വിധേയത്വമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. തികഞ്ഞ നാസ്തികത്വം. ഇതാണ് അമ്പിയാക്കന്മാർ പഠിപ്പിച്ച ഒന്നാമത്തെ പാഠം. ലാ ഇലാഹ എന്നതിന്റെ അർത്ഥം നേർക്ക് നേരെ അത് തന്നെയാണ്. ഇനി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിലധികം സ്ഥലങ്ങളിൽ ഈ പാഠത്തിന്റെ തുടർച്ച എന്ന വണ്ണം വിശദീകരണം നൽകിയിട്ടുണ്ട്. മൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ ലം ഫിസാമ ലഹ. ആര് അല്ലാഹു അല്ലാത്ത ഇതര ശക്തികളെ പൂർണ്ണമായും തള്ളിപ്പറയുകയും നിഷേധിക്കുകയും, അതാണ് വമൻ യക്ഫുർ ബിത്താഗൂത്ത്, ആര് താഗൂത്തിനെ കൊണ്ട് കാഫിറാവുകയും. താഗൂത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒഴിച്ചുള്ള ബാക്കി എല്ലാ ശക്തികളും, അത് ഫലത്തിൽ ഉള്ള ശക്തികളാവട്ടെ സാങ്കല്പിക ശക്തികളാവട്ടെ പൈശാചിക ശക്തികളാവട്ടെ മാനുഷിക ശക്തികളാവട്ടെ വ്യക്തികളാവട്ടെ സമൂഹങ്ങളാകട്ടെ രാഷ്ട്രങ്ങളാവട്ടെ പണപ്രഭുക്കന്മാരാവട്ടെ പണ്ഡിതന്മാരാവട്ടെ ഭരണകർത്താക്കളാവട്ടെ, അല്ലാഹു ഒഴിച്ചുള്ള എല്ലാ ശക്തികളെയും ആദ്യം ആര് നിഷേധിക്കുന്നുവോ വയോമിൻ ബില്ലാഹി, ഈ തികഞ്ഞ നിഷേധാത്മകമായ മനസ്സിൽ അല്ലാഹുവിനെ കൊണ്ടുവന്ന് കുടിയിരുത്തുകയും ചെയ്യുന്നതാരോ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ, അവൻ ഒരു പ്രതികൂല സാഹചര്യത്തിലും പൊട്ടാത്ത മുറിയാത്ത തകരാത്ത ഭദ്രമായ പാശം പിടിച്ചവനാണ്. അവന്റെ ആദർശത്തിന് അവന്റെ ഈമാനിന് ജീവിതത്തിലെ ഒരു പ്രതികൂല സാഹചര്യങ്ങളിലും പ്രയാസപ്പെടാതെ തരണം ചെയ്തു പോകാൻ മാത്രമുള്ള കട്ടിയും കനവും കെൽപ്പുമുണ്ടായിരിക്കും. ലംഫിസാമലഹ, ഒരിക്കലും അത് മുറിഞ്ഞു പോവുകയില്ല. ഈ നിഷേധത്തിൽ നിന്ന് തുടങ്ങിയ സമ്മതം, കുഫറിൽ നിന്ന് തുടങ്ങിയ ഈമാൻ, നാസ്തികത്വത്തിൽ നിന്ന് തുടങ്ങിയ ആസ്തികത്വം, നിരീശ്വരത്വത്തിൽ നിന്ന് തുടങ്ങിയ ഈശ്വരത്വം, ഇത് ഒരാൾ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രതികൂല സാഹചര്യത്തെയും സുഗമമായി എളുപ്പത്തിൽ അവന് തരണം ചെയ്യാൻ കഴിയും. അപ്പൊ മനസ്സ് ആകുന്ന മണ്ണ് ആദ്യം ക്ലിയറാക്കണം, ശരിയാക്കണം. മനുഷ്യ സഹജമായി മനുഷ്യന് പല ദൗർബല്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പലതിനെയും പേടിക്കുക, ഭയപ്പെടുക, ആശങ്കിക്കുക, പലതിന്റെ മുമ്പിലും അടിയറവ് പറയുക, പലതിന്റെ മുമ്പിലും തോറ്റുകൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രകൃതിയുണ്ട് മനുഷ്യന്.
ഈ പ്രകൃതിയെ ആദ്യം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ശുദ്ധമായ മനസ്സിലായിരിക്കണം അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അലം തറ കൈഫ ലറബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബത്തൻ കശജറത്തിൻ തയ്യിബത്തിൻ അസ്ലുഹാ സാബിത്തുൻ വഫറുഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. സൂറ ഇബ്രാഹിമിൽ ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സുതരാം വ്യക്തമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അലം തറ, ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? കൈഫ ലറബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബത്തൻ, പരിശുദ്ധ വാക്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനോടാണ് ഉപമിച്ചിട്ടുള്ളത് എന്നും ആ ഉപമയിലൂടെ നിന്നെ പഠിപ്പിക്കുവാനും ഗ്രഹിപ്പിക്കുവാനും ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് എന്നും നീ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ എന്ന് അല്ലാഹു തആല ചോദിച്ചുകൊണ്ട് കശജറത്തിൻ തയ്യിബ, പരിശുദ്ധ വചനം എന്ന് പറയുന്ന കലിമത്തുൻ തയ്യിബത്ത് ലോകാരംഭം മുതൽ ഇന്നോളം സ്ഥലകാല ഭേദമന്യേ ജനകോടികൾക്ക് പരിചയമുള്ള ഒരു സുപ്രസിദ്ധ വചനമാണ് കലിമത്തുൻ തയ്യിബ എന്ന് പറയുന്നത്. ഈ ലോകത്ത് താമസിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആദ്യമായി കടന്നുകയറി വന്ന ഹസ്രത്ത് ആദം അലൈഹിസ്സലാം ആദ്യമായി ഉച്ചരിച്ച വാക്യം ആ പരിശുദ്ധ വാക്യമായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് 1.25 ലക്ഷത്തോളം വരുന്ന വിശുദ്ധരായ പ്രവാചകന്മാരുടെ ജിഹയിലൂടെ സ്ഥലകാല ഭേദമന്യേ എങ്ങും എവിടെയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ കേൾപ്പിക്കത്തക്ക വിധം രാജ്യത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദിനരാത്രികൾ ഭേദമന്യേ ഓടിച്ചാടി നടന്നുകൊണ്ട് പ്രവാചകന്മാർ ഈ പരിശുദ്ധ വാക്യം അത്യുച്ചത്തിൽ വിളിച്ചു പറയുകയും ആ ശബ്ദം കേട്ട് ലോകത്തെങ്ങും എവിടെയുമുള്ള മനുഷ്യ സമൂഹത്തിൽ നല്ലൊരു വിഭാഗം അത് ഏറ്റുപറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്ത് വമ്പിച്ച മാറ്റങ്ങളും വിപ്ലവങ്ങളും സംഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പരിശുദ്ധ വാക്യം. ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്യം. ഇതാണ് ഈ ലോകത്ത് കേട്ടത് മുതൽ ഇന്നോളം ഒരിക്കലും കേൾക്കപ്പെടാതിരിക്കുകയോ ഒരിക്കലും കേൾപ്പിക്കപ്പെടാതിരിക്കുകയോ ഒരിക്കലും മറന്നു മാഞ്ഞുപോവുകയോ ചെയ്യാത്ത വിശുദ്ധമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. ഈ വചനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനോടാണ് ഉപമിച്ചത് എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ മുഹമ്മദേ? ആ ഉപമയിലൂടെ അല്ലാഹു എന്നെ പഠിപ്പിക്കുന്ന ആ കാര്യം എന്താണെന്ന് നീ ഗ്രഹിച്ചിട്ടുണ്ടോ? എന്നാൽ ചിന്തിക്കുക. കശജറത്തിൻ തയ്യിബ, നേരത്തെ നാം പറഞ്ഞതുപോലെ വളരെ പരിശുദ്ധമായ ഒരു വൃക്ഷത്തിന് തുല്യമാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന വാക്യം, പരിശുദ്ധ വാക്ക്. എന്നിട്ട് ആ വൃക്ഷത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വൃക്ഷത്തിന് പറയുന്ന ഗുണത്തിന് തുല്യമായ ഗുണം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിൽ ആത്മാർത്ഥമായി അംഗീകരിക്കുന്ന മനുഷ്യനിൽ ഉണ്ടാകണം എന്ന് ഉദാഹരണ സഹിതം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വൃക്ഷത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹുവെ ഉപമിക്കുവാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഈ പരിശുദ്ധ വൃക്ഷത്തിന്റെ ഒന്നാമത്തെ ഉപമ അസ്ലുഹാ സാബിത്ത്, അതിന്റെ താഴ്വേര്, ആണിവേര് മണ്ണിന്റെ ഭൂമിയുടെ ആഴത്തിലിറങ്ങി നിൽക്കുന്നു, പരന്ന് കിടക്കുന്നു. ഇനി ഭൂമിയിൽ സാധാരണ ഉണ്ടാകുന്ന ഏത് തരം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നാലും, വലിയ കൊടുങ്കാറ്റടിച്ച് സകല വൃക്ഷങ്ങളും കടപുഴകി വീണാലും ഈ വൃക്ഷം വീഴാത്തവണ്ണം, വലിയ പ്രളയമുണ്ടായി വെള്ളപ്പൊക്കമുണ്ടായി എല്ലാം ഒഴുകിപ്പോയാലും ഈ വൃക്ഷം ഒഴുകാതെ നിന്ന നിൽപ്പിൽ നിൽക്കത്തക്ക വിധം
വലിയ ഭൂചലനം, ഭൂകമ്പമുണ്ടായി, എല്ലാം മണ്ണടിഞ്ഞു പോയാലും ഇത് കുത്തനെ നിൽക്കത്തക്ക വിധം അതിന്റെ താഴ്വേര്, ആണിവേര് ഭൂമിയുടെ ആഴത്തിലിറങ്ങിക്കിടക്കുന്നു. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവെ ഉപമിച്ചിട്ടുള്ള വൃക്ഷത്തിന്റെ ഒന്നാമത്തെ ഗുണം. അപ്പൊ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും, എല്ലാം തകർന്നാലും, ഈ വൃക്ഷം മാത്രം തകരാതെ, ഇളകാതെ, ചെരിയാതെ, വീഴാതെ നിന്ന നിൽപ്പിൽ നിലനിൽക്കത്തക്ക വിധം വേരുറപ്പുള്ളതാണ്. ഭൂമിയിൽ വേരോട്ടം സിദ്ധിച്ചിരിക്കുന്നു ഈ വൃക്ഷത്തിന്. ഇതുപോലെ ഏത് സാഹചര്യത്തിലും, മനുഷ്യജീവിതത്തിന്റെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം തരമ്പും ഒരു വ്യത്യാസം സംഭവിക്കാത്ത വണ്ണം ഏത് പ്രതികൂല സാഹചര്യത്തെയും ധീരമായി നേരിടത്തക്ക വിധം മനുഷ്യന്റെ മനസ്സാകുന്ന മണ്ണിൽ ഈ കലിമത്തുൻ തയ്യിബത്തിന്റെ താൽപര്യം, അതിന്റെ തേട്ടം, അഥവാ അള്ളാഹുവിലും പ്രവാചകത്വത്തിലും വിശുദ്ധ ഗ്രന്ഥങ്ങളിലും മരണാനന്തര ജീവിതത്തിലുമുള്ള വിശ്വാസം മനുഷ്യന്റെ മനസ്സിന്റെ ആഴത്തിൽ ഇറങ്ങേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ ഈ വാക്യം എന്ന്, ആര്, എപ്പോൾ ഒക്കെ ഉച്ചരിച്ചിട്ടുണ്ടോ അവിടെ ഒക്കെ കൊടുങ്കാറ്റടിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ, ചരിത്രത്തിലുടനീളം നാം പരിശോധിച്ചു നോക്കുക. ഇത് എന്ന്, ആര്, എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ, ലോകത്ത്, രാജ്യത്ത്. വ്യക്തിയിലുണ്ടായിട്ടുണ്ട്, കുടുംബത്തിലുണ്ടായിട്ടുണ്ട്, സമൂഹത്തിലുണ്ടായിട്ടുണ്ട്, രാജ്യത്തുണ്ടായിട്ടുണ്ട്, രാഷ്ട്രത്തിലുണ്ടായിട്ടുണ്ട് വലിയ പ്രത്യാഘാതം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിശ്വാസം നേരത്തെ പറഞ്ഞതുപോലെ നിഷേധത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. തെറ്റായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ അടക്കി ഭരിച്ച് നിയന്ത്രിച്ച് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ദുശക്തികൾ ഇവിടെയുണ്ട്. ആ ദുശക്തികളിൽ ഒരു പ്രബല ശക്തിയാണ് പൗരോഹിത്യം. മതത്തിന്റെ കുപ്പായമണിഞ്ഞ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളെയും സത്യവിശ്വാസവും സദാചാരവും എന്ന് തെറ്റിദ്ധരിപ്പിച്ച് മനുഷ്യ സമൂഹത്തിന്റെ രക്തം ഈമ്പിക്കുടിച്ച് തടിച്ച് കൊഴുത്തു വളർന്നുകൊണ്ടിരിക്കുന്ന കൊതുക്കളെപ്പോലുള്ള പൗരോഹിത്യം. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അല്ലാഹു തന്നെ അത് പറഞ്ഞു. ഇവർ കൊതുക്കളാണ്, ചോര കുടിക്കുന്ന കൊതുക്കളാണ് ഈ പൗരോഹിത്യം. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും സത്യവിശ്വാസമാണെന്നും സദാചാരമാണെന്നും വിവരമില്ലാത്ത പരകോടി ജനങ്ങളെ ധരിപ്പിച്ച് മനുഷ്യരുടെ രക്തം കുടിക്കുന്ന കൊതുക്കളാണ്. സൂക്ഷിക്കണം. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ. പുരോഹിത പണ്ഡിതന്മാരിൽ ഏറിയ കൂറും ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. അന്യായമായി ജനങ്ങളുടെ ധനം തട്ടുന്ന വിഭാഗമാണവർ. വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അവർ ജനങ്ങളുടെ രക്തം കുടിക്കുന്നു, ധനം തട്ടുന്നു എന്ന് മാത്രമല്ല, അതിനേക്കാൾ ജനദ്രോഹമായത് അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും തളച്ചിട്ടുകൊണ്ട് മനുഷ്യന് സത്യവിശ്വാസത്തിലേക്കും സദാചാരത്തിലേക്കും വരാൻ കഴിയാതെ തടഞ്ഞു നിർത്തുന്നു. ഇതാണ് ഏറ്റവും വലിയ നട്ടം. ചോര കുടിച്ച് കുറച്ച് പിടിച്ചോട്ടെ, അവര് പണം സ്വല്പം തട്ടിക്കോട്ടെ, സാരമില്ല. പക്ഷേ പൗരോഹിത്യം ചെയ്യുന്ന ക്രൂരത എന്താണെന്ന് ചോദിച്ചാൽ, അസത്യത്തെ സത്യമായി തെറ്റിദ്ധരിപ്പിക്കുന്നു. അനാചാരത്തെ സദാചാരമായി ധരിപ്പിക്കുന്നു. എന്നിട്ട് ഈ അസത്യത്തിലും അനാചാരത്തിലും മനുഷ്യ സമൂഹത്തെ തളച്ചിട്ട് സത്യത്തിന്റെയും സദാചാരത്തിന്റെയും മുമ്പിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ വഴികേടിലാക്കിക്കൊണ്ടിരിക്കുന്നു, നരകത്തിലേക്ക് തള്ളുന്നു.
ഇതാണ് പൗരോഹിത്യം ചെയ്യുന്ന ഏറ്റവും കടുത്ത ധിക്കാരം, ജനവഞ്ചന. ഇവര് ഈ നാസ്തികത്വത്തിൽ നിന്ന്, നിരീശ്വരത്വത്തിൽ നിന്ന്, നിഷേധത്തിൽ നിന്ന് ആരംഭിക്കുന്ന വിശ്വാസികളെ ഇവർക്ക് സഹിക്കാനും പൊറുപ്പിക്കാനും പറ്റുകയില്ല. ഇവരുടെ ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പുണ്ടാകും, കൊടുങ്കാറ്റടിക്കും. മറ്റൊന്ന്, തെറ്റായ ധാരണകളും തെറ്റായ സിദ്ധാന്തങ്ങളും ദർശനങ്ങളും സൃഷ്ടിച്ചെടുത്തുകൊണ്ട് മനുഷ്യന്റെ ചോരയും നീരും പണമാക്കി വളർത്തി സമ്പന്നന്മാരായി കഴിയുന്ന സാമ്പത്തിക ജീവികൾ, സാമ്രാജ്യത്വ ശക്തികൾ, ഇത് ഈ വിശ്വാസികളുടെ പ്രതിയോഗികളായി എന്നും എവിടെയും കാണപ്പെട്ടിട്ടുള്ളതായ വിഭാഗമാണ്. മറ്റൊന്ന്, ഞങ്ങളാണ് നിങ്ങളുടെ യജമാനന്മാർ, നിങ്ങളൊക്കെ അടിമകൾ, ഞങ്ങൾ ഉടമകൾ, ഞങ്ങൾ തെളിക്കുന്ന വഴിക്ക് നിങ്ങൾ നടക്കണം, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, ഞങ്ങൾ വെച്ചുകെട്ടുന്നത് നിങ്ങൾ വഹിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണകർത്താക്കളായി വാണരുളുന്ന രാജാക്കന്മാരും മന്ത്രിമാരും ഭരണകർത്താക്കളുമൊക്കെ ഇത്തരം പിന്തിരിപ്പൻ പ്രതിലോമ ശക്തികളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂഹുൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവർക്ക് 950 വർഷം സകലതും പറന്നു പോകുന്ന വിധത്തിലുള്ള കൊടുങ്കാറ്റ് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവർക്കും അങ്ങനെ തന്നെ. അങ്ങനെ പോന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവർക്കും ഈ 3 ത്രിശക്തികളിൽ നിന്ന് പലവിധത്തിലുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളും പ്രയാസങ്ങളും പ്രതികൂല അവസ്ഥകളുമാകുന്ന കൊടുങ്കാറ്റുകളും പ്രളയങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ സ്വഭാവമാണ്. കാരണം അസത്യത്തിനും സകല ഏത് വർണ്ണത്തിലും ഏത് ഭാഷയിലുമുള്ള അസത്യങ്ങളാകട്ടെ, അത്തരത്തിലുള്ള സകല അസത്യങ്ങൾക്കും സകല അന്യായങ്ങൾക്കും സകല അനീതികൾക്കും നേരെയുള്ള തുറന്ന സമരമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ പറഞ്ഞ കലിമത്തുൻ തയ്യിബ പരിശുദ്ധ വാക്യം ഏറ്റുപറഞ്ഞു. മനസ്സും ജീവിതമാസകലവും പെട്ടെന്ന് മാറ്റത്തിന്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. ഇന്നലത്തെ എന്റെ പൊന്നാര മകൻ മുസ്അബല്ല, ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട പുത്രൻ മുസ്അബ്. അവന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണം മാറിയിരിക്കുന്നു. അവന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കണക്ക് മാറിയിരിക്കുന്നു. അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം മാറിയിരിക്കുന്നു. അവൻ ഇങ്ങനെ പോയാൽ അപകടമാണ്. പ്രിയപ്പെട്ട ഉമ്മ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചുകൊണ്ട് പറയുന്നു, മോനെ, ഈ കണ്ടു കാണപ്പെടുന്ന സ്വത്തിന്റെ എല്ലാം ഏക അവകാശിയാണ് നീ. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു സമ്പന്ന കുടുംബത്തിലെ ഏക പുത്രനാണ്. ഈ സ്വത്ത് അനുഭവിക്കാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് ഇതൊക്കെ അനുഭവിച്ചു സുഖലോലുപലാലസനായി ജീവിക്കാൻ വാപ്പയെപ്പോലെ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ പുതിയ പുത്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോകരുത്. അത് നമുക്ക് പറ്റിയതല്ല, ചേർന്നതല്ല. നിന്റെ വാപ്പപ്പാമാരെ പോലുള്ള മാന്യന്മാർക്കും തറവാട്ടുകാർക്കും പറ്റിയതല്ല ഈ അങ്ങാടിച്ചക്കന്മാർ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ പുതിയ പുതിയ പ്രസ്ഥാനങ്ങളും സിദ്ധാന്തങ്ങളും. നമുക്ക് വലിയ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. ലാത്ത, ഉസ്സ, മനാത്ത, ഹുബില്,
വദ്, യഊഖ്, യഊസ്, നസ്ർ എന്നൊക്കെ പറയുന്ന വലിയ 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 ദേവീദേവന്മാരെ കുലദേവന്മാരും കുലദേവികളുമായി അംഗീകരിച്ചു പോരുന്ന തറവാട്ടുകാരാണ് നമ്മളൊക്കെ. ഈ മാർക്കറ്റ് കുട്ടികൾ പറയുന്നത് പോലെ പറയേണ്ടവരല്ല നീ. അതുകൊണ്ട് ആ പഴയ പാരമ്പര്യത്തിൽ തന്നെ നീ ജീവിക്കാൻ ഒരുങ്ങുന്നില്ലെങ്കിൽ ഇതിൽ നിന്നൊരു പുൽക്കൊടി തൊടാൻ തന്നെ ഞാൻ സമ്മതിക്കില്ല. മുസ്അബിന്റെ ഈമാനും സ്വർഗതുല്യമായ ജീവിക്കാൻ സഹായകമായ സമ്പത്തിന്റെ താൽപര്യവും തമ്മിൽ ഇടയുകയാണ്. ഒന്നുകിൽ ഈമാൻ അല്ലെങ്കിൽ സമ്പത്ത്, രണ്ടും ഒന്നിച്ചു പോകൂല എന്നുറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ മുസ്അബ് ജീവിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതിയും സ്വർഗവും പ്രാപിക്കുക എന്നതാണ് മുസ്അബിന്റെ ജീവിതത്തിന്റെ വീക്ഷണം. അള്ളാഹുവിന്റെ പൊരുത്തവും ശാശ്വത സ്വർഗവും നേടുക എന്നതാണ് ഈ മുസ്അബിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യപ്രാപ്തിക്ക് സഹായകമല്ലാത്ത ഒന്നിലും മുസ്അബിന് താൽപര്യമില്ല. ജീവിതത്തിന്റെ വീക്ഷണം മാറി, ലക്ഷ്യം മാറി, മൗലികമായി സാധ്യമല്ല. മുസ്അബ് പ്രഖ്യാപിച്ചു. ഉമ്മ അടവ് മാറ്റി. ആ അടവിൽ ഏത് മനുഷ്യനും യഥാർത്ഥത്തിൽ വീഴാൻ നല്ല സാധ്യതയുള്ള അടവാണ് ഉമ്മ എടുത്തത്. മുസ്അബിന് ഉമ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം വേറെ ആരുമില്ല. അത്രയും എപ്പോഴും ഓർത്തുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും ആദരിച്ചും കൊണ്ടിരിക്കുന്ന ഒരു മനസ്സായിരുന്നു മുസ്അബിന് ഉമ്മയെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ഉമ്മ ഒരു ദൗർബല്യമായിരുന്നു നമ്മുടെ ഭാഷയിൽ. ഉമ്മ പറഞ്ഞാൽ അവിടെ വീഴും. ആ ഉമ്മ പറയുന്നു, മോനെ, നീ ഈ പുതിയ ആദർശത്തിൽ നിന്ന് പിന്മാറിപ്പോരുന്നില്ല എങ്കിൽ നിന്നെ പെറ്റുപോറ്റിയ ഞാൻ നിന്റെ മുമ്പിൽ പട്ടിണി കിടന്ന് പെടഞ്ഞു മരിക്കുന്നത് എന്റെ മോൻ കാണേണ്ടി വരും. ആ അടിയിൽ മകൻ വീഴും എന്ന് ഉമ്മ ഉറച്ചു വിശ്വസിച്ചിരുന്നു. കാരണം അതാണ് മുസ്അബിന്റെ മനസ്സിൽ ഉമ്മയുടെ സ്ഥാനം. നിന്റെ മുമ്പിൽ നിന്നെ പെറ്റുപോറ്റിയ ഞാൻ പട്ടിണി കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് മോൻ കാണേണ്ടി വരും. അത് കാണാനാണോ നീ ഉദ്ദേശിക്കുന്നത്? പുതിയതിൽ നിന്നോ? ആ ഉമ്മ പെടയുന്നത് കാണാൻ എന്റെ മനസ്സിന് കട്ടിയില്ല എങ്കിൽ ഇങ്ങോട്ട് പോര്, മുഹമ്മദിന്റെ കൂട്ടത്തിൽ നിന്ന്. എന്തായിരിക്കും മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി? ഉമ്മ, നിങ്ങൾക്ക് 100 അർവാഹുകൾ, ആത്മാക്കൾ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോരാത്തതിന്റെ പേരിൽ എണ്ണിക്കൊണ്ട് 1, 2, 3 ഇങ്ങനെ 100ാമത്തെ റൂഹും എന്റെ ഉമ്മയിൽ നിന്ന് വിട്ടുപിരിയുന്നത് കണ്ടാലും ഇവിടെ നിന്ന് 1 ഇഞ്ച് തെറ്റുന്ന പ്രശ്നമില്ല ഉമ്മ. ഇവിടെ ഇന്നലത്തെ ഉമ്മയല്ല ഇന്നത്തെ ഉമ്മ മുസ്അബിന്. ഇന്നലത്തെ ഉമ്മയല്ല ഇന്നത്തെ ഉമ്മ മുസ്അബിന്. ഇന്നലത്തെ ഉമ്മ ഈ വാക്കെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ മുസ്അബ് അവിടെ കിടന്ന് ഇഞ്ചിഞ്ചായി തകർന്നു പോകുമായിരുന്നു. പക്ഷേ ഇന്ന് ഉമ്മയേക്കാൾ വലിയ ഒരു പ്രേമം മുസ്അബിന്റെ മനസ്സിൽ മറ്റൊരാളോട് കടന്നുകൂടിയിരിക്കുന്നു. അതേതാണ് ആ പ്രേമം? ഏതാ? അള്ളാഹുവിനോടുള്ള പ്രേമം. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൂനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. നമുക്കൊക്കെ സാധാരണ അറിയുന്നതാണ്. എന്റെ സ്വന്തക്കാര് എന്ന് നമ്മൾ ആരെക്കുറിച്ചൊക്കെ പറയുന്നുവോ അവരെ ഒക്കെ അല്ലാഹു തആല എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ആബാവുക്കും നിങ്ങളുടെ മാതാപിതാക്കൾ, വാബനാവുക്കും നിങ്ങളുടെ മക്കൾ, വാഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരി സഹോദരന്മാര്, ആങ്ങളപങ്കന്മാര്, വാസുവാജുക്കും നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ, വാശീറത്തുക്കും നിങ്ങളുടെ വിവാഹബന്ധം വഴിയോ രക്തബന്ധം വഴിയോ നിങ്ങളുമായി ബന്ധപ്പെട്ട കൂട്ടുകുടുംബാദികൾ. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ പറയാൻ?
എന്റെ ആൾക്കാരെന്ന് നമ്മൾ സാധാരണ പറയുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഒഴിഞ്ഞു പോയിട്ടുണ്ടോ ജമാൽ സാഹിബ്? ആരോ പോയിട്ടുണ്ടല്ലോ അല്ലേ? ആരും പോയിട്ടില്ല. ഒക്കെ പറഞ്ഞിരിക്കുകയാണല്ല. എന്ത് ചെയ്യാനാ എന്റെ ആൾക്കാർ എന്ന് നമ്മൾ പറയുമല്ലോ. ഇനി പിന്നെ നമുക്ക് വേറെ കുറെ താല്പര്യങ്ങളുണ്ട്. അതും അല്ലാഹു തആല പറയുന്നു. വഅംവാലുൻ ഇഖ്തറഫ്തുമുഹ, നിങ്ങൾ ഗൾഫിൽ പോയിട്ടോ പോകാതെയോ കഠിനാധ്വാനം ചെയ്ത് രാവും പകലും ഇല്ലാതെ നിസ്കരിക്കാൻ പോലും സമയം കിട്ടാതെ അധ്വാനിച്ചുണ്ടാക്കുന്ന നിങ്ങളുടെ സമ്പത്ത്. വതിജാറത്തുൻ തഖ്ശൗന കസാദഹ, വലിയൊരു നാൾക്കെങ്കിലും കൂട്ടാൻ മടിച്ചു, വലിയൊരു നാൾക്ക് പോലും കൂട്ടാൻ മടിക്കുമാർ അത്രയും പ്രിയപ്പെട്ട നിങ്ങളുടെ ബിസിനസ്, കച്ചവടം, വെട്ടിപ്പീടിയ. വതിജാറത്തുൻ തഖ്ശൗന കസാദഹ വമസാക്കിന് തുറന്നൂനഹ, പഴയതൊക്കെ ബുൾഡോസറോ മറ്റോ വെച്ച് തകർത്ത് തരിപ്പണമാക്കി പുതിയ കപ്പൽ മോഡലിലും വിമാന മോഡലിലും തീവണ്ടി മോഡലിലും ഒക്കെ ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കൊച്ചു കൊട്ടാരങ്ങൾ, ഇതൊക്കെയാണ്. ഇനി നമ്മന്റെ കാര്യം എന്ന് പറയുന്ന ഏതെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ എന്റെ ആൾക്കാര്, എന്റെ കാര്യം എന്ന് പറയുന്ന അതൊക്കെ അല്ലാഹു തആല വഴിക്ക് വഴിയായി എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നു, അഹബ്ബ ഇലൈക്കും, ഇവരൊക്കെയും ഇതൊക്കെയുമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെങ്കിൽ, മിനല്ലാ, അല്ലാഹുവിനേക്കാൾ, വറസൂലിഹി, അവന്റെ റസൂലിനേക്കാൾ, വജിഹാദിൻ ഫീ സബീലിഹി, അവന്റെ ലക്ഷ്യം അവന്റെ സന്നിധിയിലേക്കും സ്വർഗത്തിലേക്കും എത്താനുള്ള മാർഗം വെട്ടിത്തെളിയിക്കുന്നതിനേക്കാൾ ഈ പറഞ്ഞവരും ഈ പറഞ്ഞതും ഒക്കെയാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതും വിലപ്പെട്ടതും എങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി, വിശ്വാസത്തെ വഞ്ചിച്ച, ആദർശത്തെ അടിയറ വച്ച, ആർക്ക് വേണ്ടി? ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ആങ്ങളമാർക്ക് വേണ്ടി, പെങ്ങന്മാർക്ക് വേണ്ടി, സ്വത്തിന്റെ പേരിൽ, ഉദ്യോഗത്തിന്റെ പേരിൽ, സുഖജീവിതത്തിന്റെ പേരിൽ ആദർശവിരുദ്ധമായി പ്രവർത്തിക്കുന്ന വഞ്ചകന്മാർ, ആദർശവഞ്ചകന്മാർ, വിശ്വാസത്തെ അവഗണിച്ചവർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിട്ടുള്ള ശിക്ഷ മാത്രമേ റമളാൻ മാസത്തിലടക്കം ആകാശത്തിന്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റൂ. പ്രതീക്ഷിച്ചിരുന്നോളൂ, ആ മഴ അടുത്തു പെയ്യും, അള്ളാന്റെ ശിക്ഷ. ആദർശവഞ്ചകന്മാരെ അല്ലാഹു തആല ഒരിക്കലും എവിടെയും വിട്ടിട്ടില്ല. ഒറിജിനൽ കാഫിറുകളോട് അല്ലാഹു തആല ദയ കാണിച്ചു എന്ന് വന്നേക്കും, ഒറിജിനൽ മുശ്രിക്കുകളോട് അല്ലാഹു തആല കൃപ കാണിച്ചു എന്ന് വന്നേക്കും. പക്ഷേ പുറമെ ഇസ്ലാമാണെന്ന് പറഞ്ഞ്, ഇസ്ലാമിന്റെ വാക്കും പറഞ്ഞ്, ഇസ്ലാമിന്റെ പേരും വിട്ട്, ഇസ്ലാമിന്റെ പെണ്ണിനെയും കെട്ടി, ഇസ്ലാമിന്റെ കുപ്പായം ധരിച്ച്, ഇസ്ലാമിന്റെ നിക്കാരത്തഴമ്പും സൃഷ്ടിച്ച് ദുനിയാവിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ദുനിയാവും ഇസ്ലാമും തമ്മിൽ ഇടയുമ്പോൾ ദുനിയാവിന്റെ ഭാഗത്ത് നിന്ന് ഇസ്ലാമിനെ തണ്ടം കാലുകൊണ്ട് തട്ടി പുറത്തേക്ക് തള്ളുന്ന കൊടിയ വഞ്ചകന്മാരെ അല്ലാഹു തആല ഒരിക്കലും വിട്ടിട്ടില്ല. വിശ്വാസിന് ഇതറിയാം. അതുകൊണ്ടാണ് ഇന്നലത്തെ ഉമ്മയല്ല ഇന്നത്തെ ഉമ്മ. അള്ളാഹിനെ കഴിച്ചിട്ട് പിന്നെ 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ ആണ് ഉമ്മ നിൽക്കുന്നത്. അവിടെയും മുസ്അബ് വീണില്ല. ഈ മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു രാജപുത്രനായി ജീവിക്കാൻ എമ്പാടും വകയുണ്ടായിരുന്ന മുസ്അബ് ഇബ്നു ഉമർ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കേറിപ്പാറി മുഷിഞ്ഞ വസ്ത്രവും ധരിച്ചുകൊണ്ട് മക്കയുടെ തെരുവീതിയിലൂടെ അങ്ങുമിങ്ങും നടന്നു പോകുന്നത് പലപ്പോഴും ഞങ്ങൾക്ക് കാണാമായിരുന്നു എന്ന് സഹാബികളിൽ ചിലർ റിപ്പോർട്ട് ചെയ്തിരിക്കുക. എന്തിനെ കുട്ടി? അത് അവന്റെ ജീവിതത്തിന്റെ വീക്ഷണം മാറിയിരിക്കുക, ലക്ഷ്യം മാറിയിരിക്കുക, വില മാറിയിരിക്കുക. അള്ളാന്റെ പൊരുത്തം, അവന്റെ സ്വർഗം, അതിന്റെ മുമ്പിൽ അതിന് തടസ്സമില്ലാത്ത അളവിൽ എനിക്ക് എല്ലാവരും വേണം.
അള്ളാഹുവാണ് ഏറ്റവും ആദ്യമായി എനിക്ക് വേണ്ടത്. അള്ളാഹിന്റെ റസൂലാണ്. അള്ളാഹിന്റെ റസൂലിനോടും അള്ളാഹുവിനോടുമാണ് എൻ്റെ മനസ്സ് നിറയെ സ്നേഹം നിൽക്കുന്നത്. അതിൻ്റെ ഒരു മുക്കില് എൻ്റെ ഭാര്യയോടുള്ളൂ, എൻ്റെ ഭർത്താവിനോടും ഉള്ളൂ, എൻ്റെ ഉമ്മയോടും ഉള്ളൂ, എൻ്റെ ഉപ്പയോടും ഉള്ളൂ. ദീനുൽ ഇസ്ലാമിന്റെ വിജയവും നിലനിൽപ്പും വളർച്ചയുമാണ് എനിക്ക് ഏറ്റവും വലുത്. അതിന് തടസ്സമല്ലാത്ത അളവിലേ എനിക്ക് സ്വത്തും കാര്യം പ്രശ്നമാവുകയുള്ളൂ. സുഹൈബ് റളിയല്ലാഹു തആല അൻഹു റോമക്കാരനാണ്. ആര് സുഹൈബ് തിരൂരിൽ വന്നപ്പോൾ ഉടുത്തൊരു മുണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുഹൈബിനെ കണ്ടിട്ടില്ല നിങ്ങളൊക്കെ? തിരൂരിൽ വന്നേ? തിരൂരല്ല വന്നത്, മക്കത്താ വന്നത്. റോമക്കാരനാണ്. ഉടുത്തൊരു മുണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മക്കത്ത് വന്നു. മെല്ലെ മെല്ലെ കച്ചവടക്കാരനും മറ്റൊക്കെയായി മെല്ലെ 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 വളർന്ന് മക്കയിലെ എണ്ണപ്പെട്ട പ്രമുഖ പണക്കാരിൽ ഒരാളായി തീർന്നു സുഹൈബ്. എമ്പാടും സ്വത്ത്. സുഹൈബിന്റെ ബാങ്ക് ബാലൻസ് എത്രയെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ സാധിക്കൂല. എന്റെ മറ്റത് നോക്കട്ടെ. ഏത്? കമ്പ്യൂട്ടറിൽ നോക്കട്ടെ എത്രയാണ് ഇപ്പൊ അവിടെ ഉള്ളത് എന്ന് എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. പിന്നെ എത്ര ഏക്കർ തെങ്ങും തോപ്പും, തെങ്ങും തോപ്പല്ല, എത്ര ഏക്കർ മുന്തിരിയും കാരക്കയും ഈത്തപ്പഴവും ഒക്കെയാണ് ഉള്ളത്. കാക്ക പറക്കുന്നിടത്തൊക്കെ എന്റെ തോട്ട. അതിന്റെ കാക്ക പറക്കുന്നിടത്ത് എന്ന് പറഞ്ഞാല് അല്ല അത്രയും അധികം. ഇങ്ങനെ വലിയ സമ്പന്നനായിരുന്നു സുഹൈബ് റളിയല്ലാഹു തആല അൻഹു. സുഹൈബിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുഹൈബിന്റെ ജീവിതത്തിന്റെ വീക്ഷണവും ലക്ഷ്യവും കണക്കും മാറ്റി, സ്വപ്നവും മാറ്റി. ഒരു ഘട്ടത്തിൽ സുഹൈബ് മനസ്സിലാക്കുന്നു, എനിക്ക് ആരെയും ഭയപ്പെടാതെ ആരെയും കൂസാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറയാനും അതിന്റെ പൊരുളനുസരിച്ച് എന്നെ മാറ്റാനും സാധിക്കണമെങ്കിൽ ഈ കുഫറിന്റെ നാട്ടിൽ എന്റെ സ്വത്തോടുകൂടി ജീവിക്കാൻ പറ്റുകയില്ല. എന്റെ കണക്കില്ലാത്ത സ്വത്തിൽ ഒരു നയാ പൈസയും കൂടെ കൂട്ടാതെ എടുക്കാതെ ഈ മക്കയിൽ റോമയിൽ നിന്ന് ഞാൻ വന്നതുപോലെ ഉടുത്ത മുണ്ടുമായി ഇവിടുന്ന് മദീനയിലേക്ക് പോയെങ്കിൽ ഇനി ആരെയും കൂസാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാനും അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനും സാധിക്കുകയുള്ളൂ. സുഹൈബിന്റെ ഈമാനും സുഹൈബിന്റെ മല പോലെ പെരുത്ത സമ്പത്തും തമ്മിൽ ഇടഞ്ഞു. സുഹൈബ് ജീവിക്കുന്നത് സമ്പത്തിനല്ല. സുഹൈബ് ജീവിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്, സ്വർഗത്തിന് വേണ്ടിയാണ്. അത് നഷ്ടപ്പെടാത്ത അളവിൽ സുഹൈബിന് സ്വത്ത് വേണം. അത് നഷ്ടപ്പെടും എങ്കിൽ സുഹൈബിന് ഒരു കൂസലുമില്ല. ഇവിടെ വെറും മുണ്ടെടുത്തല്ല വന്നത്, മുണ്ടെടുത്തു പോവുക. അപ്പൊ വേണ്ടപ്പെട്ടവരൊക്കെ പ്രമാണിമാര് നാട്ടുമൂപ്പന്മാരൊക്കെ വന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മിസ്റ്റർ സുഹൈബ് എന്താ ഒരു ഒരുക്കം? ഒരുങ്ങ. എവിടാ പോകുന്നത്? നാഗൂരോളൊന്ന് പോയി വരട്ടെ. ഇല്ല, ഞാൻ പോവാണ്. എങ്ങോട്ടാ പോകുന്നത്? മദീനയിലേക്ക് പോവുക. ഇവിടെ എന്താ നിങ്ങൾക്കൊരു തകരാറ്, ഒരു പോരാ? എന്റെ അടുത്ത സഹോദരൻ യാസിറ മറ്റിടത്ത് കിടക്കുന്നു, കടഞ്ഞു വലിച്ചു കിടക്കുന്നു. എന്റെ സഹപ്രവർത്തകൻ യാസിർ ഇതാ ഇപ്പുറത്ത് കിടക്കുന്നു. ഈ അവസ്ഥയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാൻ നിങ്ങൾ അനുവദിക്കില്ല എങ്കിൽ, മരിക്കുന്നതിന്റെ മുമ്പ് ജീവിച്ചുകൊണ്ടത് പറയാൻ വിടില്ല എങ്കിൽ, അത് പറയാൻ പറ്റുന്ന ഇടം വല്ലയിടത്തും ഈ ദുനിയാവിലുണ്ടോ എന്ന് അന്വേഷിച്ച് ഞാൻ പോവുകയാണ്. പോവന്നെ. അപ്പോ ഈ ആട്ടുംകൂട്ടവും ഈ ഒട്ടകക്കൂട്ടങ്ങളും ഈ കുതിരക്കൂട്ടങ്ങളും ഇതിനെല്ലാം തെളിച്ചുകൊണ്ട് പോകാമെങ്കിൽ തന്നെ ഈ തോട്ടങ്ങൾ എന്താക്കും? ബാക്കി സ്വത്തൊക്കെ എന്താക്കും? സുഹൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്താണെന്നറിയാമോ? അതൊക്കെ എനിക്ക് പുല്ല.
ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഒരു സമയം ഒരു മിനിറ്റിൽ പറയാൻ പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുമെങ്കിൽ ഇതും പുഞ്ചിരിച്ചുകൊണ്ട് കൊടുക്കാൻ ഈ സുഹൈബ് താൻ സന്നദ്ധനാണ്. എടുത്തോളൂ ഒക്കെ. ഞാൻ അതിനെ പൂജിക്കുന്നവനല്ല, അതിനെ പ്രേമിക്കുന്നവനല്ല. എന്റെ പ്രേമവാചനം എന്നെ സൃഷ്ടിച്ച അല്ലാഹുവാണ്. ആ അല്ലാഹുവിന്റെ സ്വർഗമാണ്, തൃപ്തിയാണ്. എടുത്തോളൂ. സുഹൈബിന്റെ വീക്ഷണം മാറിയിരിക്കും. ഇങ്ങനെ സഹോദരന്മാരെ, സഹോദരികളെ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ആ കാലഘട്ടത്തിലെ വിശ്വാസികളിൽ ഉണ്ടാക്കി തീർത്തിട്ടുള്ള മാറ്റങ്ങളും അവരനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും അവർക്ക് കൊടുക്കേണ്ടി വന്ന നട്ടങ്ങളും കട്ടങ്ങളും നമുക്കൊക്കെ അറിഞ്ഞുകൂടെ? ഇതിന്റെ മുമ്പുള്ള സഹാബികളെ സംബന്ധിച്ചും അതേ അവസ്ഥ തന്നെയല്ലേ ഉള്ളത്? ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് വന്നാരി ദാത്തിൽ വഖൂദ് ഇദുഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ് الذي له ملك السماوات والأرض والله على كل شيء شهيد. നബിക്ക് മുൻപ് ഒരു പ്രവാചകന്റെ കാലഘട്ടത്തിൽ വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരെ വലിയ കുണ്ടാരമുണ്ടാക്കി കാളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിലേക്ക് വലിച്ചെറിയുന്ന രീതിയിലായിരുന്നു വർത്തിക്കപ്പെട്ടിരുന്നത്, പീഡിപ്പിക്കപ്പെട്ടിരുന്നത്. അല്ലാഹു തആല പറയുന്നു, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, ആ അഗ്നികുണ്ഡങ്ങളുടെ ഉടമസ്ഥന്മാർ നശിച്ചുപോയി. ഇദുഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരെ ഈ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ആ തീജ്വാലയോടുകൂടി ഈ മനുഷ്യ വിശ്വാസികളുടെ ശരീരം പൊന്തി ഉയരുന്നത് കാണുമ്പോൾ പുഞ്ചിരിച്ച് ഹർഷാരവങ്ങൾ മുഴക്കി സന്തോഷം പ്രകടിപ്പിച്ച് ആ നരകക്കുഴിയുടെ ചുറ്റിലും കഴിഞ്ഞുകൂടുന്ന സന്ദർഭത്തിൽ അവർ നശിച്ചു. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. ഈ നരകത്തിലേക്ക് നിർഭയം വലിച്ചെറിയപ്പെടുന്ന ഈ വിശ്വാസികളാകുന്ന സ്ത്രീ പുരുഷന്മാർ ഈ മർദ്ദനത്തിന് വിധേയരാക്കപ്പെടാൻ അവർ ചെയ്ത തെറ്റെന്താ? വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അജയ്യനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചു, അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം പരിവർത്തിപ്പിച്ചു എന്നതല്ലാത്ത വേറെ ഒരു തെറ്റും ഇവർ ചെയ്തിട്ടില്ല. ആരോടും തെറ്റ് ചെയ്തിട്ടില്ല. വലിയ വലിയ തെറ്റ് ചെയ്യുന്ന കേമന്മാരെയും വമ്പന്മാരെയും ഇവിടെ വെറുതെ വിട്ട് നിരപരാധികളെ ശിക്ഷിക്കപ്പെടുന്ന കാലം അങ്ങനെ പോലെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെടേണ്ടുന്ന വ്യക്തി മിസ്റ്റർ ക്ലിന്റനാണ്. തെമ്മാടി, ലോക വ്യഭിചാരി, ഫറോവയെയും നമ്രൂദിനെയും കാറൂനെയും ഹാറൂനെയും ഒക്കെ അതിജയിക്കുന്ന അഹങ്കാരി, തെമ്മാടി, വഷളൻ. പക്ഷേ അവനെ സൃഷ്ടിക്കാൻ ദുനിയാവിൽ കുറതിയില്ല. അതുകൊണ്ട് തന്നെ ആഖിറം വേണം എന്ന് നിഷ്പക്ഷമായ മനസ്സ് പറയുന്നു. ക്ലിന്റന് അർഹമായ ശിക്ഷ കൊടുക്കുന്ന ഒരു ലോകം ഇവിടെ സാധ്യമല്ലെങ്കിൽ അത് സാധിക്കുന്ന ഒരു ലോകം വേണം, തീർച്ചയാണ്. ഇവരതാണ്. തെമ്മാടികൾ ഇവിടെ നിർഭയം സഞ്ചരിക്കുന്നു, സാലിഹീങ്ങൾ ശിക്ഷിക്കപ്പെടുന്നു. അതാ ഒരു സ്ത്രീ വരുന്നു, നെഞ്ചിൽ മാറിൽ ഒരു ചോരക്കുഞ്ഞുണ്ട്, മാസങ്ങൾ പ്രായമായിട്ടേ ഉള്ളൂ. ഈ സൂറത്തിന്റെ വിശദീകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇവൾ എടുത്തു ചാടുകയാണ്. ആഖിറത്തിലെ നരകത്തിൽ നിന്ന് ശാശ്വതമായി മോക്ഷം കിട്ടാൻ വേണ്ടി ദുനിയാവിലെ നരകം
ഏറ്റുവാങ്ങേണ്ടത് ഈ സന്ദർഭത്തിൽ ആവശ്യമായപ്പോൾ അവൾ ഏറ്റുവാങ്ങുകയാണ് ദുനിയാവിലെ നരകം. ആ സ്ത്രീ ഇവിടെ അവളുടെ ഈമാൻ അതാണ് തേടുന്നത്. ആഖിറത്തിലെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ദുനിയാവിൽ ഇവന്മാര് തീർത്തിട്ടുള്ള ഈ നരകത്തിൽ വെന്തിരുകിക്കൊണ്ട് എന്റെ ഈമാനിനെ നീ തിളക്കമാക്കി തീർക്കണം. ഇതാണ് ഇപ്പോഴത്തെ തേട്ടം. അവൾ എടുത്തു ചാടുകയാണ്. തീജ്വാല ഇങ്ങോട്ട് വരുമ്പോൾ മാസങ്ങൾ പ്രായമായ കുഞ്ഞിന് ചൂടേൽക്കുമ്പോൾ ഉമ്മയുടെ മാറിൽ അള്ള പിടിച്ച് എന്താണ് പറയാ, ഇങ്ങനെ പറ്റിക്കിടക്കും. അപ്പോൾ ഒരു പെണ്ണല്ലേ, കുട്ടിയോടുള്ള സ്നേഹം അതിജയിച്ചു വരുമ്പോൾ ഒരടി പിന്നോട്ട് വെക്കും. പിന്നോട്ട് വെക്കുമ്പോൾ ഉടനെ അവൾക്ക് ഓർമ്മ വരുന്നു, ഞാൻ എന്താണ് ചെയ്യുന്നത്? ഈമാനിൽ നിന്ന് കുഫറിലേക്ക്, അള്ളാഹുവിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരിലേക്ക്, ആഖിറത്തിലെ നരകത്തിൽ നിന്ന്, ദുനിയാവിലെ നരകത്തിൽ നിന്ന് ആഖിറത്തിലെ നരകത്തിലേക്ക് ഉടനെ അവൾ മുന്നോട്ട്. റസൂലിന്റെ തന്നെ ഭാഷയിൽ തുഖദ്ദിമു റിജ്ലൻ വ തുഅഖിറു ഉഖ്റ. റസൂല് പറയാണ് തുഖദ്ദിമു റിജ്ലൻ വ തുഅഖിറു ഉഖ്റ. കുട്ടിയെ ഓർക്കുമ്പോൾ ഒരടി പിന്നോട്ട്, ആദർശത്തിന്റെ മഹത്വവും സുരക്ഷിതത്വവും ഓർക്കുമ്പോൾ രണ്ടടി മുന്നോട്ട് കളിക്കുകയാണവർ. അപ്പോഴാണ് ഒന്നാമത്തെ ഈസാ അലൈഹി ഇസ്ലാമിന്റെ മുമ്പെന്നാണ് ചരിത്രകാരന്മാര് പറയുന്നത്. ഈസാ അലൈഹി ഇസ്ലാമിന്റെ മുമ്പ് ശൈശവത്തിൽ സംസാരിച്ച ഒന്നാമത്തെ കുട്ടി, ആ കുട്ടി 2-3 മാസം മാത്രം പ്രായമുള്ള കുട്ടി ഉമ്മയെ വിളിച്ചിട്ട് പറയുന്നു, ഉമ്മ എന്നെ ചൊല്ലി അള്ളാഹുവിന്റെ ക്രോധമാകുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ദുനിയാവിലെ മനുഷ്യരുടെ ക്രോധമാകുന്ന നരകത്തിൽ ചാടാതിരിക്കണ്ട, ചാടൂ. ഞാനും നിങ്ങളോടൊന്നിച്ച് വെന്തെരിയാം. മാറിടത്തിൽ നിന്ന് കുട്ടി പറയുന്നു, 2 മാസം പ്രായമേ ആയിട്ടുള്ളൂ. ചരിത്രകാരന്മാരിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം രണ്ടാമത് ആണ് ഈസാ നബി അലൈഹി സ്വലാം സംസാരിക്കുന്നത് പ്രായമെത്തുന്നതിന്റെ മുമ്പ്. അവൾ എടുത്തു ചാടുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസികളുടെ ജീവിതത്തിൽ ഭരണകർത്താക്കൾ, പുരോഹിതവർഗം, സമ്പന്നവർഗം, ഈ 3 വർഗത്തിൽ നിന്നും കൊടുങ്കാറ്റടിക്കും, പ്രളയമുണ്ടാകും, ഭൂകമ്പമുണ്ടാകും. 1 ഇഞ്ച് തെറ്റാതെ ഉറച്ച നിയിൽ. അങ്ങനെ ഒരു ചരിത്രമുണ്ടോ? ഈ തരത്തിലുള്ള അസഹനീയമായ അനുഭവങ്ങളുടെ പേരിൽ ഈമാൻ മാറ്റിപ്പറഞ്ഞ ഒരു ചരിത്രമെങ്കിലും നമുക്ക് കാണിക്കാൻ കഴിയുമോ? ഇല്ല. അവരുടെ ജീവിതത്തിന്റെ വീക്ഷണം മാറിയിരിക്കുകയാണ്. അസ്ലുഹാ സാബിത്ത്. അല്ലാഹുവിനോടുള്ള സ്നേഹം, പ്രവാചകനോടുള്ള മുഹബ്ബത്ത്, ഖുർആനിലുള്ള വിശ്വാസം, ആഖിറത്തെക്കുറിച്ചുള്ള ബോധം മനസ്സിന്റെ ആഴത്തിൽ ഇറങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. സമ്പത്തിന്റെ കാര്യത്തിലാണ് അധിക പേരും അടിപതറാറുള്ളത്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ക്ഷാമം നാട്ടിൽ. കുറച്ച് കഥയാകട്ടെ. ഇന്നത്തേക്കാൾ പ്രതിസന്ധി. ഒരു സാധനവും കിട്ടാനില്ല, ഉള്ളതിന് തീപിടിച്ച വില. വലിയ ആൾക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റും, എന്നെപ്പോലുള്ള സാധുക്കൾക്കൊന്നും വാങ്ങാൻ പറ്റൂല. അവരിങ്ങനെ കപ്പക്കേങ്ങും കട്ടൻ ചായ ആയിട്ട് കൂടുക എന്നല്ലാതെ വേറെ ഒരു നിർവാഹമില്ല. അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട സംഘം 1000 ഒട്ടകത്തിന്റെ ചരക്കോടുകൂടി മദീനയിൽ വരുന്നത്. ഒട്ടകത്തിന്റെ 1000 ലൈലൻഡ് ലോറി മദീനയിൽ വന്നിരിക്കുകയാണ്. കൂടി വൻകിട കച്ചവടക്കാരൊക്കെ. നല്ല സന്ദർഭ. എന്തൊരു സന്ദർഭമെന്നറിയാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ 1000 ലോറിയുടെ ചരക്ക് വിൽക്കുന്നതിന്റെ മുമ്പ് തന്നെ ഷാമിലേക്ക് 10000 ലോറിയുടെ ചരക്ക് ഓർഡർ ചെയ്യാം. കാരണം മാർക്കറ്റ് ചൂടാണ്. ഒരൊട്ടകത്തിന്റെ ചരക്ക് 100 ഒട്ടകത്തിന്റെ വിലക്ക് വിൽക്കാൻ പറ്റുന്ന സന്ദർഭമാണ്. കിട്ടിയതന്നെടാ സന്ദർഭം, കിട്ടിയതന്നെ നിൽക്കട്ടെ.
നിസ്കരിക്കാനൊന്നും യാതൊരു മുടക്കും വേണ്ട. നിസ്കാരവും സുന്നത്തും നോമ്പും അതുപോലെ തന്നെ അതൊക്കെ റെഡിയാ. പക്ഷെ ഇത് നല്ല സന്ദർഭമാണ്. പക്ഷെ ഉസ്മാനിന് മാത്രം ഇത് കൊടുത്തുകൂടാ. വൻകിട കച്ചവടക്കാരൊക്കെ വന്ന് വില പറയാൻ തുടങ്ങി. 25 ഒട്ടകത്തിന്റെ എനിക്ക് തന്നേക്കണം, എന്ത് വേണമെങ്കിൽ തരാം. അജയരെ 50 ഒട്ടകത്തിന് എനിക്ക് വേണം. മലയാളി 100 ഒട്ടകത്തിന്റെ തിരക്ക് നമ്മൾ ഓർഡർ ചെയ്തു. തരാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു തരാം, വില പറഞ്ഞോളൂ. അവര് വില പറഞ്ഞു. വില പറഞ്ഞിട്ട് വലിയ ബിർളടാറ്റ പോലുള്ള അവര്, നമ്മൾ ഉദാഹരണത്തിന് വേണ്ടി പറയാണ്, പറഞ്ഞിട്ടും ഇയാൾ വിൽക്കുന്നില്ല. ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വിൽക്കുന്നില്ല. അപ്പോ അവര് ചോദിച്ചു, ഇതിനേക്കാൾ വില പറഞ്ഞവരുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാനിപ്പോ വെറുതെ പറയാ. എന്നാ പിന്നെ ദയവായിട്ട് ആ മുതലാളി, ഞങ്ങൾ ഈ നാട്ടിലെ മുതലാളിമാരുടെ കൂട്ടത്തിൽ പെട്ടവരൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങളൊന്നും അല്ലാത്ത ഞങ്ങളെ അടക്കം വിലക്ക് വാങ്ങാവുന്ന ഒരു മുതലാളി ഇവിടെ ആരാ? അയാളൊന്ന് പറഞ്ഞു തന്നാ മതി, വേറെ ഞങ്ങൾക്ക് ചെറുക്കൊന്നും വേണ്ട. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മസലുൽ ലദീന യുൻഫിഖൂന ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബത്തത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബത്തിൻ വല്ലാഹു യുളാഇഫു ലിമൻ യശാഉ വല്ലാഹു വാസിഉൻ അലീം. ഇന്നി ഉശ്രീരുക്കും, ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തുന്നു, ഒന്നിന് 700 ഇരട്ടി ലാഭം സാധാരണഗതിയിൽ. യുളായിഫു ലിമൻ യശാഉ, എന്റെ മനസ്സിന്റെ ആത്മാർത്ഥത പരിഗണിച്ച് 700-ൽ കൂടുതൽ കിട്ടാനും നല്ല സാധ്യതയുണ്ട്. ആ മുതലാളിക്ക് ഞാൻ കൊടുക്കുക. മദീനയിൽ 1000 ഒട്ടകത്തിന്റെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ചെലവായ പണം പോലും ഈടാക്കാതെ പുഞ്ചിരിച്ചു തൂകിക്കൊണ്ട് സന്തോഷത്തോടുകൂടി വിതരണം ചെയ്യുന്നു. ഇവിടെ ഒരു മുഅ്മിൻ കച്ചവടക്കാരൻ, അയാളുടെ ജീവിതത്തിന്റെ വീക്ഷണം ഇപ്പോഴാണ് സ്വർഗം വാങ്ങാൻ, വിലക്ക് വാങ്ങാൻ പറ്റിയ നല്ല സന്ദർഭമാണിത്. ഇതുവരെ ഇതുപോലുള്ള ഒരു അസുലഭ സന്ദർഭം കിട്ടിയിട്ടില്ല. ഇനി വഫാത്തിന്റെ മുമ്പ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പോഴാണ് അള്ളാഹിനോട് സ്വർഗം വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം. കിടക്കട്ടെ, 1000 ഒട്ടകം. ജീവിതത്തിന്റെ വീക്ഷണം മാറിയിരിക്കുന്നു സാറേ. നമുക്ക് അത് മാറിയിട്ടില്ല. ഞാൻ പറയാനും നിങ്ങൾ കേൾക്കാനും ഒക്കെ സമർത്ഥന്മാരാ, അതിന് കമ്മിയൊന്നുമില്ല. പക്ഷേ നമ്മൾ പല കുട്ടിദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും പൂജിച്ചുകൊണ്ടുമാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വമാ യുമിനു അക്സറുഹും ഇല്ലാ വഹും മുശ്രിക്കൂൻ. മോമിനീങ്ങളാകെ മൊത്തം നോക്കിയാൽ അധിക പേരും മുശ്രിക്കീങ്ങളായിക്കൊണ്ടേ മോമിനികളായി കാണാൻ കഴിയുന്നുള്ളൂ എന്ന്. സ്വത്തിനെ ആരാധിക്കുന്നവരുണ്ട്, കുടുംബത്തെ ആരാധിക്കുന്നവരുണ്ട്, ഉദ്യോഗത്തെ ആരാധിക്കുന്നവരുണ്ട്, പേരും പെരുമയും ആരാധിക്കുന്നവരുണ്ട്, പലതുമുണ്ട്. ഇതാണ് യഥാർത്ഥം. നിങ്ങൾ കേൾക്കണം. ജീവിതത്തിന്റെ വീക്ഷണം. ഈ ജീവിതം എന്ത് എനിക്ക് പറയാനേ കഴിയൂ. പക്ഷേ പരമാർത്ഥം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിൽ ഉറങ്ങുന്ന ദിവസങ്ങളിലൊക്കെ രാവിലെ എനിക്കൊരു പണിയാ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. എന്താ പണി? എന്റെ വീട്ടിൽ ആകെ നബിക്ക് കിടക്കാൻ കൊടുക്കാനുള്ളത് ഈത്തപ്പന ഓലയുടെ പരുപരുത്ത ഒരു പായയാണ്. അതേ വിരിച്ചു കൊടുക്കാനുള്ളൂ. അത് വിരിച്ചു കൊടുക്കും, പാവം പോയി കിടക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വാരിമ്മലും പുറത്തും ഒക്കെ ഇങ്ങനെ വലിയ പാടുകൾ കാണാൻ കഴിയും. ഈ പായയുടെ പാടുകൾ. അതിങ്ങനെ വെള്ളം നനച്ചിങ്ങനെ കുറെ നേരം ഒഴിഞ്ഞെങ്കിലേ ശരിയാവുള്ളൂ. അതാണ് അന്ന് എന്റെ വീട്ടിലാവുമ്പോ ഒക്കെ എനിക്ക് രാവിലെ പണി അതാണ്. ഇത് കണ്ടിട്ട് സഹാബികളിൽ ചിലർ ചോദിച്ചു, ലൗ ഇത്തഖദനാലക വിതാഅൻ യാ റസൂലല്ലാഹ്, നബിയെ ഒരു ചെറിയ ഒരു വിരിപ്പ് ഞങ്ങൾ ഉണ്ടാക്കി തരട്ടെ. ഇതിനെങ്ങനെ കഷ്ടപ്പെടുന്നു? ഞങ്ങളൊരു വിരിപ്പ് ഉണ്ടാക്കി തരട്ടെ നിങ്ങൾക്ക്. കേട്ട മാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? മാലി വലിദ്ദുനിയ, എനിക്കെന്തിനാടോ വിരിപ്പ്? ഞാൻ ഈ ദുനിയാവിൽ കിടന്നുറങ്ങാൻ വന്നതല്ലല്ലോ.
വിശ്രമിക്കാനും വിനോദിക്കാനും വന്നവനല്ല. മാനവദുന്യ ഇല്ലാ കറാക്കിബിൻ, എന്റെ ഈ ദുനിയാവിലെ അവസ്ഥ ഒരു ദീർഘയാത്രക്കാരന്റെ അവസ്ഥയാണ്. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങ് അകലെ നിന്ന് പുറപ്പെട്ട് രാവും പകലുമില്ലാതെ നടന്ന് ക്ഷീണിച്ച് ഈ ദുനിയാവെന്ന് പറയുന്ന ഈ കടവിൽ കൂടി അല്ലെങ്കിൽ ഈ ജംഗ്ഷനിൽ കൂടി കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു വൃക്ഷം കണ്ടു. ഞാൻ വല്ലാതെ പരവശനായിരുന്നു. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ തണലത്ത് കുറച്ച് ഇരിക്കുകയാണ് ഞാൻ. ഇപ്പൊ പോവാണ് ഇവിടുന്ന്. ലേശൊന്ന് കാലിന്റെ കടച്ചിലൊന്ന് സഹോദരന്മാര് ഓർക്കണം. കാലിന്റെ കടച്ചിൽ ലേശൊന്ന് കുറഞ്ഞോട്ട്. കുറെ കാലായി നടക്കാൻ തുടങ്ങിയിട്ട്. പൊരി വെയിലത്താണ്, വല്ലാതെ വിയർത്ത് ചൂടായിരിക്കുന്നു. ലേശം ഒന്ന് തണുപ്പത്തിരുന്നോട്ടെ, ഞാൻ പോവുകയാണ്. എനിക്കെന്തിനാ ഇവിടെ കിടക്കിയും മടക്കിയൊക്കെ. ഇല്ലാ കറാക്കിബിൻ യസ്തമില്ലു തഹത്ത ശജറത്തിൻ സുമ്മ യർതാഹു വയതുറുകു. ഒരു മരച്ചുവട്ടിലിരിക്കുന്ന ഒരു വിദേശ യാത്രക്കാരൻ. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ആബിർ സബീൽ. ഇത് എന്നെ സംബന്ധിച്ച് മാത്രമല്ല, നിങ്ങളെല്ലാവരും ഇങ്ങനെ വേണം ദുനിയാവിനെ കാണാൻ, ദുനിയാവിലെ ജീവിതത്തെ കാണാൻ. ഇതിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇവിടെ കൂടാൻ വന്നവരല്ല. കൂടാൻ വന്നവരെ പോലെ എന്നുമെന്നും കൂടാൻ വന്നവരെ പോലെ കളിക്കുകയാണ്. ഓർമ്മയില്ലാതെ നമ്മൾ തടി തൊഴിപ്പിച്ചു കൊഴുപ്പിച്ചു. ഖിയാമത്തിലെ കല്ലായിതാ ദുഃഖത്തിൽ അറുതു ദക്കൻ ദക്ക, ആകാശഭൂമികൾ പരസ്പരം കൂട്ടിയിടിച്ച് തകർന്നാലും നമ്മളുടെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ തകരാൻ കഴിയാത്ത വിധത്തിലുള്ള ബിൽഡിങ്ങുകൾ എടുത്തും വലിയ വലിയ വ്യാമോഹങ്ങൾ കെട്ടിപ്പൊക്കിയും ഇവിടെ എന്നുമെന്നും കൂടാൻ വന്നവരെ പോലെ കഴിയുന്നു. അല്ല, കൂടാൻ വന്നവരല്ല. ശവപ്പറമ്പാണ് ഈ ദുനിയാവ്. ഞാൻ റോഡ് വെട്ടി മാരുതി ഓടിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് ശവപ്പറമ്പാണ്. ഞാനും കുട്ടികളും വീടെടുത്ത് താമസിക്കുന്ന കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന പറമ്പ് ശവപ്പറമ്പാണ്. ഞങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഈ രാജ്യം, തിരൂര് രാജ്യം, എത്രയോ ശവങ്ങളുടെ അസ്ഥിപഞ്ജരങ്ങൾ, മനുഷ്യന്മാരുടെ അസ്ഥികൂടങ്ങൾ നുരുമ്പി കിടക്കുന്ന ശ്മശാനമാണ് തിരൂർ. ഈ ശവപ്പറമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഇവിടെ അഹങ്കരിക്കുന്നത്, അഹന്ത നടിക്കുന്നത് എന്നോട് ചെയ്യുന്ന കടുത്ത ധിക്കാരമായിരിക്കും. എന്റെ വാപ്പയുടെ അതാ വാപ്പ അവിടെ കിടക്കുന്നു, തൊട്ടടുത്ത് ഉമ്മ കിടക്കുന്നു. അതിന്റെ അപ്പുറത്ത് ഞാൻ ആദ്യം കെട്ടിയ എന്റെ പ്രിയപ്പെട്ട ഭാര്യ കിടക്കുന്നു. അതിലൂടെയാണ് കാർ ഓടിച്ചു പോകുന്നത്, സൈക്കിൾ ഓടിച്ചു പോകുന്നത്. അവർക്ക് എന്നറിയില്ല. പ്രിയപ്പെട്ട ഭർത്താവ്, നിങ്ങളോടൊന്നിച്ച് 10,000 പതിരാവുകൾ പങ്കിട്ടെടുത്ത ഞാൻ എന്നോടൊരു സലാം പറയാൻ നിങ്ങൾക്ക് നേരമില്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പുന്നാര മകനെ, എന്നെ 10 മാസം ഗർഭം ധരിച്ച് പോറ്റി വളർത്തിയ ഉമ്മയാണ് ഞാൻ. നീ വണ്ടി അവിടെ നിർത്തി അസ്സലാമു അലൈക യാ ഉമ്മീ എന്ന് പറയാൻ നിനക്ക് നേരല്ല മോനെ? നേരല്ലല്ലോ, നേരല്ല. എന്നെ അറിയാതെ അവരങ്ങനെ പോകുന്നു. ഇതാണ് അവസ്ഥ. ഈ ദുനിയാവ് ഒന്നുമല്ല. പക്ഷേ ഇതിന് ഒരു പ്രാധാന്യമുണ്ട്. എന്താണ് ആ പ്രാധാന്യം? തുടങ്ങിയാൽ ഒരു കാലത്തും ഒടുങ്ങാത്ത യഥാർത്ഥ ജീവിതം, ഉഖ്റവി ജീവിതം. തുടങ്ങിയാൽ പിന്നെ അത് ഒടുങ്ങൂല.
അവസാനിക്കൂല. കാലാകാലവും നീണ്ടു നിൽക്കുന്ന ഉഖ്റവി ജീവിതം. ആ ജീവിതത്തിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങാൻ കിട്ടുന്ന ഒരേ ഒരു മാർക്കറ്റ് ഇവിടെ ഉള്ളൂ. എവിടെ? ദുനിയാവിൽ. ഇതിന്റെ മുമ്പ് പല ഇടങ്ങളിലൂടെ നാം പോന്നിട്ടുണ്ട്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. എവിടെയായിരുന്നു, എന്തായിരുന്നു ഞാൻ എന്ന് പറയാൻ കഴിയാത്ത അജ്ഞാതമായ ഒരു കാലം മനുഷ്യനിൽ കടന്നുപോയിട്ടില്ലേ? അല്ലാഹു ചോദിക്കുക. അവിടെ നിന്ന് മണ്ണിലൂടെ നമ്മൾ പിതാവിന്റെ മുതുകിലേക്ക് രേതസ്കണമായി വന്നു. അവിടെ നിന്ന് മാതാവിന്റെ ഗർഭത്തിലേക്ക് നീങ്ങി 8-9 മാസം അവിടെ ജീവിച്ചു. അവിടുന്ന് ഇവിടെ വന്നു. ഇവിടെ വരുമ്പോൾ ഒന്നും അറിയാൻ പാടില്ലായിരുന്നു, ഒന്നും കാണാൻ കഴിയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. ഇതൊക്കെ ഞാൻ പോന്നതാണ്. ഇവിടുന്നൊന്നും ഒരു പുൽക്കൊടി വാങ്ങാൻ പറ്റുമായിരുന്നില്ല. ഇവിടം വിട്ടാലും ഒന്നും കിട്ടൂല, ശൂന്യ. ആഖിറം എന്ന് പറയുന്ന ശാശ്വത ജീവിതം സുഖക്ഷേമപൂർണമാക്കാൻ ഉതകുന്ന സാധന സാമഗ്രികൾ വാങ്ങാൻ കിട്ടുന്ന ഒരേ ഒരു മാർക്കറ്റ് ഈ ദുനിയാവിൽ മാത്രമേ ഉള്ളൂ. ഇവിടം വിട്ടാൽ ആലമുൽ ഖബർ ലോകത്ത് കിട്ടുകയില്ല, ആലമുൽ ബർസഖിൽ കിട്ടുകയില്ല, മഹ്ശറയിൽ കിട്ടുകയില്ല. ഇവിടുന്ന് മാത്രമേ ആ സാധനം കിട്ടൂ. പക്ഷെ ഞാനും നിങ്ങളും ഈ മാർക്കറ്റിൽ വേറെ ചില കാര്യവുമായി ഏർപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല ബോംബെ സർക്കസ്, കണ്ട ഏത് മുത്തക്കിയായ മനുഷ്യനും ഒരിക്കലൊന്ന് കാണേണ്ടിയിരുന്നല്ലോ എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പൂർണ്ണ നഗ്നകൾ, ഇങ്ങനെ തലങ്ങനിയും ബലങ്ങനിയും പൂർണ്ണങ്ങൾ കളിക്കുന്ന കളി ഒന്നങ്ങ് കണ്ടു കളിയാ. വരുന്നതങ്ങ് വരട്ടെ. ഒന്നത്. മറ്റതോ 5 റുപ്യ അല്ലെങ്കിൽ 10 റുപ്യ കൊടുത്താൽ 25 ലക്ഷവും ഒരു മാതിരി എന്നല്ല, ഒരു മാതിരി. എന്തെന്നാ നമ്മളെ ഏറനാട് വെള്ളുവനാടൻ ഭാഷയിൽ എന്തെന്നാണ് ഇണ്ണിയാണ് ഇത്? 10 റുപ്യ പോകുകയാണെങ്കിൽ അങ്ങ് പോട്ടെ, കിട്ടുകയാണെങ്കിൽ എന്താ? 25 ലക്ഷവും ഒരു മാരുതിയല്ല കിട്ടുന്നത്. എനക്കെന്താ ചങ്ങായി ചേരം? ഇജ്ജെടുക്കണ്ടെങ്കിൽ ഇജ്ജെടുക്കണ്ട, ഇരിക്കട്ടെ. അതും കീശയിലിട്ടിട്ട് അല്ലാഹു അക്ബർ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മിനിയാന്ന് മഞ്ചേരിന്ന് വാങ്ങിയതുണ്ട് ഈ കീശയിൽ, കോട്ടക്കുന്ന് വാങ്ങിയത് ഈ കീശയിലുണ്ട്, പിന്നെ ഇവിടുന്ന് വാങ്ങിയത് ടൗസറിന്റെ കീശയിലുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി. ഞാൻ നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, നിനക്ക് വേണ്ടിയാണ് മരിക്കുന്നത്. അള്ളാനെ കുതിരയാക്കലല്ലേ ഇത്? എന്താണ് ഈ മുസ്ലിമീങ്ങൾ കാണിക്കുന്ന ഈ കളിയൊക്കെ? എന്താ അതിൻ്റെ ഇടക്ക് ആരെങ്കിലും ഒരു ലേശ കള്ളം കുടിച്ചാൽ ആകാശം പൊളിഞ്ഞു പോയി, കള്ളുടിയാനാ. അതൊന്നും ഇതിന്റെ മുമ്പിൽ ഒന്നുമല്ല. ലേശം കുടിക്കുകയാണെങ്കിൽ കുടിച്ചോട്ടെ, എന്നാലും ഈ ലോട്ടറി വാങ്ങരുത്. അതാണ്. ഇങ്ങനെ ലോട്ടറി വാങ്ങിയും സിനിമ കണ്ടും സർക്കസ് കണ്ടും മനുഷ്യ ഇറച്ചി വാങ്ങൽ എവിടുന്നാന്നറിയോ? മനുഷ്യ മാംസം വിൽക്കുന്ന മാർക്കറ്റുണ്ട്. അതധികവും പള്ളിയിലാണ് ആ മാർക്കറ്റ് ഉണ്ടാവുക. കേന്ദ്ര സ്റ്റഡി ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ ആ മീൻ വാങ്ങല, ആ ഇറച്ചി വാങ്ങല. അളത്തത്തിൽ കുറവ് കാണിച്ച്, തൂക്കത്തിൽ കുറവ് കാണിച്ച്, സാധനങ്ങൾ മായം ചേർത്തി, ഇങ്ങനെ എല്ലാ കൃത്രിമമായ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തി നോമ്പ് തുറക്കുന്നതും ആരാന്റെ ചോര കൊണ്ട്, നോമ്പ് നോക്കുന്നതും ആരാന്റെ ചോര കൊണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ആരാന്റെ ചോര കൊണ്ട്. എന്നിട്ടൊക്കെ സ്വർഗം ഇങ്ങനെ കാത്തു കിടക്കുക. ഘട്ടം നമുക്ക് പറ്റിയ അബദ്ധം, നമ്മളുടെ ഈമാൻ എന്ന് പറയുന്ന ആ വിശ്വാസം മനസ്സിന്റെ ആഴത്തിൽ ഇറങ്ങിയിട്ടില്ല.
മേൽപ്പറഞ്ഞ പ്രകാരം ജീവിതത്തിന്റെ വീക്ഷണവും ലക്ഷ്യവും മാറ്റാൻ കൽപ്പുള്ളതല്ല. അല്ലാഹു തആല പറയുന്നു, അസ്ലുഹാ സാബിത്ത്. ആ വൃക്ഷം ഏത് പ്രതികൂല സാഹചര്യത്തിലും നിന്ന നിൽപ്പിൽ നിൽക്കത്തക്ക വിധം, ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതിരോധിച്ച് നിൽക്കത്തക്ക വിധം മനസ്സാകുന്ന മണ്ണിൽ ആഴത്തിൽ ഇറങ്ങി നിൽക്കുന്നു. വഫറുഅഹാ ഫിസ്സമാ. മനസ്സിൽ നിന്നതിങ്ങോട്ട് പൊന്തി ജീവിതത്തിന്റെ അന്തരീക്ഷത്തിലൂടെ ജീവിതത്തിന്റെ ഉത്തുംഗതയാകുന്ന ആകാശത്തിലേക്ക് ഉയരുന്നു. ആരാധനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, മന്ത്രങ്ങളിലൂടെ, ജപങ്ങളിലൂടെ, പൂജകളിലൂടെ, സംസ്കാരങ്ങളിലൂടെ, പരിഷ്കാരങ്ങളിലൂടെ, കൊള്ളക്കൊടുക്കുകളിലൂടെ, ഭരണകർ നിർവഹണത്തിലൂടെ, സാമൂഹ്യ ബന്ധങ്ങളിലൂടെ രാഷ്ട്രാന്തരീയ മേഖലകളോളം ഉയരുന്നു. വഫറുഅഹാ ഫിസ്സമാ. മനുഷ്യന്റെ മനസ്സാകുന്ന മണ്ണിൽ ആഴത്തിൽ വേരോടി ജീവിതത്തിന്റെ വിഹായസിലേക്ക് പൊന്തി ജീവിതത്തിന്റെ ആകാശത്തിൽ ഉയർന്ന് പന്തലിച്ച് പടർന്നു നിൽക്കുന്ന ഒരു വൃക്ഷം. ഇങ്ങനൊരു വൃക്ഷം ഇതല്ലാതെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും ഇതിന്റെ കൊമ്പുകളും ചില്ലകളും തടികളും പുഷ്പങ്ങളും കായകളും ഒക്കെ ചെന്നുപോയിരിക്കുക. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് റിയാദുസ് സാലിഹീൻ നിങ്ങൾ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾക്കറിയാം. മിഷ്കാത്ത് ഹദീസ് ഗ്രന്ഥം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾക്കറിയാം. അതൊന്നുമില്ലെങ്കിൽ നമ്മളുടെ ചില സ്നേഹിതന്മാർ ഹദീസ് ഭാഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ചില ഭാഗങ്ങൾ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. അതെങ്കിലും ഒന്ന് എടുത്തു വായിച്ചു നോക്കിയാൽ, ഈമാൻ എന്ന് പറയുന്നത് വൃക്ഷവും വിത്തും അതിന്റെ വൃക്ഷവും പോലെ മനസ്സിലുള്ള വിശ്വാസവും ജീവിതത്തിന്റെ ക്രമങ്ങളും രീതികളും ഉൾക്കൊള്ളുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ സ്വഭാവങ്ങളെയും ഈമാനുമായി ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ഈമാനും സംസാരവും. ഈമാനുള്ള മനുഷ്യന്റെ സംസാരം ഈമാൻ നിയന്ത്രിക്കണം. ഈമാനുള്ള മനുഷ്യന്റെ സംസാരം ഈമാനിന് അനുരൂപമായിരിക്കണം. ആരല്ലാഹുലും യൗമുൽ ആഖിറത്തിലും വിശ്വസിക്കുന്നുവോ ഫൽയഖുൽ ഖൈറൻ, അവൻ പടച്ചവന് പൊരുത്തമുള്ളതും പടപ്പുകൾക്ക് പ്രയോജനപ്പെട്ടതും മാത്രം പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. അങ്ങനൊന്നും പറയാനില്ലെങ്കിൽ ഔലിയസ്മുത്ത്, വെറുതെ നാക്കിട്ടടിക്കണ്ട, മിണ്ടാതെ അവിടെ ഇരുന്നു അള്ളാന്റെ റസൂല് പറയാം. സംസാരം ഈമാനുമായി ബന്ധപ്പെടുത്തി. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫഹു. അള്ളാഹുവിലും അന്ത്യദിനത്തിലും ഈമാനുള്ളവൻ, വിശ്വാസമുള്ളവൻ അവന്റെ വീട്ടിൽ വരുന്ന വിരുന്നുകാരെ ആദരിക്കേണ്ടതാകുന്നു. ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത്, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് വിരുന്നുകാരെ ആദരിക്കുക. അത് ഈമാനിന്റെ ഒരു ഫലമാണ്. ഈമാനിനെ അതുമായി ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി അല്ല ലാ യുമിനു അഹദുക്കും വല്ലാഹി ലാ യുമിനു വല്ലാഹി ലാ യുമിനു വല്ലാഹി ലാ യുമിനു. അള്ളാനെ പിടിച്ച് 3 തവണ സത്യം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പടച്ചവനാണ് സത്യം, മുഅ്മിനാകുകയില്ല. വല്ലാഹി ലാ യുമിനു, അള്ളയാണ് സത്യം, മുഅ്മിനാകുകയില്ല. സദസാകെ ഇളകി. കാരണം ഈമാനിനെയാണ് റസൂല് നിഷേധിക്കുന്നത്, ചോദ്യം ചെയ്യുന്നത്. ആ സദസ് ഈ സദസ്സല്ല. ആ സദസ് ഈമാനിന് വേണ്ടി ഉമ്മയെ ഉപേക്ഷിച്ചവരുടെ സദസ്സാണ്. ഈമാനിന് വേണ്ടി ഉപ്പയുടെ മാറിടത്തിലേക്ക് അമ്പുകൾ തൊഴുതവരുടെ സദസ്സാണ്. ആ സദസ് സുഹൈബിനെ പോലെയുള്ള സമ്പാദ്യം മുഴുവനും മരക്കാശിന്റെ വില കൽപ്പിക്കാതെ പുഞ്ചിരിയോടുകൂടി ഒഴിവാക്കിയവരുടെ സദസ്സാണ്. ആ സദസ് ഗുഹ്യസ്ഥാനത്ത് ചുട്ടുപഴുത്ത ഗുഹ്യ കുന്തം കുത്തിയിറക്കിയപ്പോഴും പെടക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരുടെ സദസ്സാണ്. ആ സദസ് ജീവനോടുകൂടി തോലുരിച്ച്
കഷ്ണം കഷ്ണമായി പക്ഷികൾക്ക് തിന്നാൻ വേണ്ടി എറിഞ്ഞുകൊടുക്കപ്പെട്ടവരുടെ സദസ്സാണ്. ഈമാനിന് അനർഘമായ വില കൊടുത്ത് ഈമാനിനെ സംരക്ഷിക്കുന്നവരുടെ സദസ്സാണ്. ആ സദസ്സിലേക്ക് നോക്കിക്കൊണ്ടാണ് അള്ളാന്റെ റസൂല് പറയുന്നത്, വല്ലാഹി ലാ യുമിൻ, മൂമിനല്ല, അള്ളാഹുവാണ് സത്യം. ഒരിക്കലോ 3 തവണ. സദസ് ഇളകി വശായി. മൻയാ റസൂലല്ലാ, മൻയാ റസൂലല്ലാ, മൻയാ റസൂലല്ലാ. ആരുടെ ഈമാനിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? ഞങ്ങൾക്കതറിയണം. ആ പരമനിർഭാഗ്യവാൻ ഞാനാണോ എനിക്കറിയണം. കാരണം എന്റെ ഉമ്മയെ, എന്റെ ഭാര്യയെ ഒഴിവാക്കിയത് എന്റെ ഈ ഈമാനിന് വേണ്ടിയാണ്. എന്റെ നാട് ഇതല്ല, ഞാൻ ജനിച്ച നാട് വേറെയാണ്. ഈ അന്യനാട്ടിൽ ഞാൻ കുടിയേറി പാർത്തത് ആ ഈമാനിന് വേണ്ടിയാണ്. എന്റെ മക്കൾ എന്റെ കൂടെയില്ല, അവർ എവിടെയോ ആണ്. അവരെ വിട്ട് ഞാൻ ഈമാനിന് വേണ്ടി പോന്നവനാണ്. എന്റെ വലിയ ബിസിനസ്സും കച്ചവടവും കമ്പനിയൊക്കെ വേറെ ഏതോ നാട്ടിലാണ്. അതൊക്കെ ആരോ ഒക്കെ എടുത്തിരിക്കുകയാണ്. ഞാനത് വേണ്ടെന്ന് വെച്ചത് ഈമാനിന് വേണ്ടിയാണ്. എന്റെ ഈമാനിനെയാണോ അങ്ങനെ നിഷേധിക്കുന്നത്? എനിക്കത് തിരിയണം, അറിയണം. ഇതൊരു മുസ്ലിയാരെ വയലല്ല, ഒരു മൗലവിയുടെ വയലല്ലത്, റസൂലിന്റെ പ്രസ്താവനയാണ്. നബി പറഞ്ഞു, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവായിഖഹു. പ്രത്യേകിച്ച് ആരുടെയും ഈമാനല്ല, പക്ഷേ ഏതൊരു സ്ത്രീയുടെ, ഏതൊരു പുരുഷന്റെ ഉപദ്രവത്തിൽ നിന്ന് തന്റെ അടുത്ത് താമസിക്കുന്ന അയൽവാസികൾക്ക് രക്ഷയും സമാധാനവും ഇല്ലയോ, അവനും അവളും മുഅ്മിനല്ല. ആ സ്വഭാവം അയൽവാസികളെ വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വിഷമിപ്പിക്കുന്ന സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലാഹുവാണ് സത്യം, 3 വട്ടം സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, അവൻ മുഅ്മിനല്ല, അവൾ മുഅ്മിനല്ല. അയൽപക്ക ബന്ധം ഈമാനുമായി ബന്ധപ്പെടുത്തിയിരിക്കുക. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഈമാനാകുന്ന വൃക്ഷത്തിൽ നിന്ന് ഉടലെടുക്കണം. അതാണ് വിത്തും വൃക്ഷവും തമ്മിലുള്ള ബന്ധമാണ് ഈമാനും ജീവിതവും, വിശ്വാസവും ജീവിതവും തമ്മിലുള്ള ബന്ധം. വിശ്വാസത്തിന്റെ അടിത്തറയില്ലാത്ത പ്രവർത്തനങ്ങൾ ഫലപ്രദമല്ല, അല്ലാഹു തആല കബൂലാക്കുകയില്ല. ജീവിതം മാറ്റാനും പരിഷ്കരിപ്പിക്കുവാനും സാധ്യമല്ലാത്ത, കെൽപ്പില്ലാത്ത ഈമാനും അല്ലാഹുവിന്റെ അടുക്കൽ ഈമാനല്ല. ജീവിതത്തെ ഉദ്ദിഷ്ട രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയുന്ന വിശ്വാസം മാത്രമേ അല്ലാഹു തആല ഈമാനായി സ്വീകരിക്കുകയുള്ളൂ. കൂടുതൽ പഠിക്കണം, കൂടുതൽ ഗ്രഹിക്കണം. ഞാനിനി കൂടുതൽ പറയുന്നില്ല, ക്ഷീണിതനാണ് പറഞ്ഞതുപോലെ. ഇത്രയും വൈകാരികമായി പറഞ്ഞതാണ്. പരിശുദ്ധ റമളാൻ നാം നോമ്പനുഷ്ഠിക്കുന്നത് ഒരാരാധന എന്നതിനേക്കാൾ അല്ലാഹു തആല നമുക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു നിഅമത്തിന്റെ നന്ദി പ്രകാശനമാണ്. ആ നിഅമത്തിന് നാം നന്ദി പ്രകാശിപ്പിക്കേണ്ടത് എന്താണ്? ആ നിഅമത്ത് വിശുദ്ധ ഖുർആനാണ്. ആ നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള നിഅമത്ത് എണ്ണിയാൽ ഒതുങ്ങാത്തതാണ്. പക്ഷേ ഖുർആനോട് കിടനിൽക്കത്തക്ക നിഅമത്ത് വേറൊന്നുമില്ല. ആ മഹത്തായ ഖുർആനാകുന്ന നിഅമത്ത് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൊക്കെ ആരാകുമായിരുന്നു, ലോകം എന്താകുമായിരുന്നു എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ ഖുർആനിന് നന്ദി ചെയ്തുകൊണ്ട് നാം 3 കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഈ വിശുദ്ധ റമളാൻ കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് പരിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം ഒരു തവണയെങ്കിലും നാം ഒന്ന് വായിച്ചിട്ടെങ്കിലും ഒന്ന് ഗ്രഹിക്കണം. പല തഫ്സീർ ഗ്രന്ഥങ്ങളുമുണ്ട്. അല്ലാഹു നമ്മളെ സൃഷ്ടാവായ, സംരക്ഷകനായ, പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എടോങ്ങ് വാ എന്ന് വിളിച്ച് അവന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മളോട് നമ്മളുടെ ഗുണം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നത് എനിക്കറിയോ? എന്റെ റഹ്മാനായ അല്ലാഹു അവന്റെ മുന്നിൽ എന്നെ വിളിച്ചു നിർത്തിക്കൊണ്ട് അവൻ എന്റെ രക്ഷയ്ക്ക് ആ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ എന്നോട് പറയുകയാണ്, സംസാരിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, നിർദ്ദേശിക്കുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്, നിരോധിക്കുകയാണ്.
പക്ഷെ എനിക്കതറിയോ? ഞാനിങ്ങനെ ബിംബത്തെ പോലെ നിൽക്കുന്നു എന്നല്ലാതെ എന്താ? അതുകൊണ്ട് എന്താണ് എൻ്റെ അള്ളാഹു എന്നോട് പറയുന്നത്? ഈ പരിശുദ്ധ റമദാൻ കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലെങ്കിലും ആ സംസാരം എന്താണ് എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി ഖുർആൻ ഒരിക്കൽ എങ്കിലും ഓതി തീർക്കൽ മാത്രമല്ല, അർത്ഥം അതിൻ്റെ ആശയം ഗ്രഹിച്ചുകൊണ്ടൊന്ന് മനസ്സിലാക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞുനോട്ടം നടത്തുക. ഉദാഹരണം, വഖ്സിദ് ഫീ മശീക, വല്ലാതെ കൈയെല്ലാം നീട്ടി വലിച്ച് കാലെല്ലാം കൂടി എടുത്ത് കുത്തി മനുഷ്യന്മാർക്ക് പലയാതി പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിൽ ഇങ്ങനെ അങ്ങാടി കൂടി ഇങ്ങനെ നടക്കുന്ന ഒരു പ്രകൃതാണ് എനിക്ക്. എൻ്റെ വാപ്പി അങ്ങനെ തന്നെയായിരുന്നു. ഒഴിഞ്ഞളയോ ഓനെന്ത് വരുന്നത്. ഇവിടെ ഖുർആൻ വായിക്കുകയാണ്, വഖ്സിദ് ഫീ മശീക. അങ്ങനെ നടക്കല്ല. ഖുർആൻ പറയാണ്, അള്ളാഹ് പറയാണ്, എടങ്ങുവാ നടന്നു പോകുമ്പോ വഖ്സിദ് ഫീ മശീക. അങ്ങനെ നടക്കല്ല. നീ ഒരു മുഅ്മിനാണ്, ഒരു മുസ്ലിമാണ്. മറ്റുള്ളവർക്ക് ഓന്റെ തലമലും തട്ടി, ഇവന്റെ ഉടൽമലും തട്ടി, ഓന്റെ കൈപ്പലമലും തട്ടി, അങ്ങനെ നടക്കല്ല. നിനക്കൊരു മാന്യത ഉണ്ട്. നീ ഒരു വിശ്വാസിയാണ്, നിനക്കൊരു മാന്യതയുണ്ട്. ആ മാന്യതക്ക് നിരക്കുന്ന രീതിയിലായിരിക്കണം നീ തലയിൽ കെട്ടുണ്ട്. ഒരു കുപ്പിക്കണ്ടം തലയിൽ കെട്ട് കണ്ടാൽ തന്നെ അറിയാം ഓ മറ്റേ ആളാണ്. അങ്ങനൊന്നുമല്ല, മര്യാദക്ക് നടക്കണം. അപ്പോൾ അവന് മനസ്സിലായി, ഇതുവരെ ഞാൻ നടന്നത് അബദ്ധ. ഇപ്പൊ എനിക്ക് തിരിഞ്ഞു, എൻ്റെ അള്ളാഹ് എന്നോട് പറഞ്ഞത് അങ്ങനെ നടക്കരുത് എന്നാണ്. ഞാൻ ഇതിന്റെ മുമ്പ് വഖ്സിദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗത്തുൽ അമീർ എത്ര റമളാനിന് ഞാൻ എത്ര ഖത്തം തീർത്തിരിക്കുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തിരിഞ്ഞിരിക്കുന്നു, എൻ്റെ നടത്തം എനിക്ക് ചേർന്ന് നടത്തല്ല. അപ്പൊ അവിടെ നിയന്ത്രിക്കാൻ കഴിയും. പിന്നെ വെറുതെ ഒച്ചട്ടൂടുന്ന പ്രകൃതിയാണ്, അല്ലാക്കിന്റെ ഒച്ച. അള്ളാഹ് വിളിച്ചിട്ട് പറയാണ്, വഖ്ഫിദ് മിൻ സൗതിക. അങ്ങനെ അട്ടാസിക്കല്ല, അങ്ങനെ അട്ടാസിക്കല്ല. നീ ഒരു മൂമിനല്ലേ. ഒരു മൂമിൻ എന്ന് പറഞ്ഞാൽ കടകളഞ്ഞ നല്ല സ്ഫടിക സമാനമായ ഒരു ജീവിയാണ്. അവൻ്റെതായ ഒരു നിലവാരമുണ്ട്, മാന്യതയുണ്ട്, സംസ്കാരമുണ്ട്. ഇന്ന അൻകറൽ അസ്വാത്തിൽ സൗത്തുൽ ഹമീർ, പുലർച്ചയ്ക്ക് തന്നെ കഴുതകൾ അരളുന്ന മാതിരി അരളടോ. എന്താ ഇതിന് പറയാ? അറളേ അലറ. കഴുതകൾ അലറുന്ന മാതിരി അലറല്ല, അത് കഴുതമാർക്കാണ്. നീ ഒരു മൂമിനാണ്, ഒരു മനുഷ്യനാണ്. അപ്പൊ ഞാനിങ്ങനെ കുട്ടികളോടാണെങ്കിലും ശരി, കെട്ടിയോളോടാണെങ്കിലും ശരി, അങ്ങ് പറഞ്ഞൂടെ തന്നെ. പുറമ്പിലുള്ള ചെതലടക്കം കൊയിഞ്ഞാടുന്ന മാതിരിയാണ് ഒച്ചത്. അങ്ങനൊന്നും പറയല്ല. നീ കെട്ടിയോളാണെന്ന് വിചാരിച്ച അങ്ങ് ഇതാക്കല. അപ്പൊ അത് ശരിയല്ല. അപ്പോ മോളെ കണ്ണേ കരളെ എന്താ പിന്നെ വർത്താനം, മീനുണ്ടോ, എന്താ കിട്ടിയത്, അങ്ങനെയൊക്കെ സംസാരിക്കാവൂ. കഴുതമാർക്ക് സംസാരിക്കരുത്. അപ്പൊ ഖുർആൻ നമ്മളെ അർത്ഥം പഠിപ്പിക്കുന്നുണ്ട്, വർത്താനം പറയുന്നത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവര് കുറച്ച് വിദ്യാഭ്യാസമുള്ള ആളാണ്. അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കും. ആളിവിടെ ഉണ്ടാവും. ഇയാളോട് സംസാരിക്കുന്ന എങ്ങനെ? അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ചെറുക്കൻ അങ്ങ് വരും. അവൻ്റെ അരിത്തിൽ ആ ലിസ്റ്റ് അനുസരിച്ച് ആ സാധനം, നല്ല സാധനങ്ങളൊക്കെ കൊടുത്തേക്കണം കേട്ടോ. പിന്നെ ഇന്നലെ വാങ്ങിയ സാധനം ഈ മനുഷ്യനെ ഇവിടെ ഉണ്ട്, ഇയാളുടെ മുഖത്ത് നോക്കാതെ എങ്ങനെ നോക്കി? അള്ളാഹുവിനെ വിളിക്കുക. മനുഷ്യരോട് മുഖത്ത് നോക്കി പറയണം വർത്താനം. എടാ, മനുഷ്യനോട് വർത്താനം പറയാനും വർത്താനം പറയാനും അറിയാല, നടക്കാനും അറിയില്ല, ഒന്നിനും അറിയില്ല. മനുഷ്യനോട് സംസാരിക്കുമ്പോൾ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കണടോ. നീ ലേശം ഡിഗ്രി ഉള്ള ആളാണ്, അല്ലെങ്കിൽ അഫ്ളുലുമ്മക്കാരനാണ്, അല്ലെങ്കിൽ ഒരു പ്രാസംഗികനാണെന്ന് വിചാരിച്ച് ചെറിയ ഈ സാധു മനുഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ഓലെ മുഖത്ത് നോക്കിക്കാടാന്ന മുഖത്ത് നോക്കി സംസാരിക്കും. ചെള്ളക്കൊന്നങ്ങ് തരുവന്ന ഇങ്ങനെയാണ്. അപ്പൊ ഖുർആൻ നമുക്ക് വലിയ ഒരു സംസ്കാരം പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ ആദ്യന്തം ഖുർആൻ ഒന്ന് ആശയം ഗ്രഹിക്കുക, എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതം എന്ന് പരിശോധിച്ച് മാറ്റാൻ കഴിയുന്നിടത്തോളം മാറ്റുക.
പറഞ്ഞും അച്ചടിച്ചും മറ്റു നിലക്കും കഴിയുന്നിടത്തോളം വീടാന്തരം വിശുദ്ധ ഖുർആൻ പ്രചരിപ്പിക്കുക. ഈ 3 കാര്യം, ഒന്ന് ഖുർആൻ നാം സ്വയം പഠിക്കുക, മറ്റൊന്ന് ഖുർആന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നിത്യജീവിതം ഒന്ന് പരിശോധിക്കുക, മൂന്നാമത് ഖുർആൻ വീടാന്തരം പ്രചരിപ്പിക്കുക കഴിയുന്നത്ര. ഇങ്ങനെയാണ് ഈ റമളാനിനെ നാം ആചരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ അബോധമായും അറിവില്ലാതെയും അശ്രദ്ധമായും വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അവൻ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പാവങ്ങളായ നാം ചെറുതും വലുതുമായി, രാത്രിയിലും പകലുമായി, ഒറ്റക്കും ഒന്നിച്ചുമായി ഒരുപാട് തെറ്റുകൾ ചെയ്തിരിക്കുന്നു, ഒരുപാട് കുറ്റങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. അർഹമർറാഹിമീനായ തമ്പുരാനെ, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ തെറ്റുകാരാണ്. ഞങ്ങളോട് നീ കരുണ കാണിക്കുകയും ഞങ്ങളുടെ തെറ്റുകൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ചെയ്യണേ തമ്പുരാൻ. റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവേ, ജാഹിലിയ കാലത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ശിർക്കും ബിദ്അത്തും അനാവശ്യങ്ങളും അനാചാരങ്ങളും സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചു പോയിട്ടുണ്ടായിരിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നീ ക്ഷമിക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകണം. പ്രിയപ്പെട്ട നാഥ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ മരുമക്കളെയും ഞങ്ങളുടെ സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും മറ്റെല്ലാവരെയും നിന്റെ അനുഗ്രഹത്തിന്റെ പാത്രീഭൂതരാക്കണം. ഈ പരിശുദ്ധ റമളാനിൽ നീ പ്രത്യേകം സ്പെഷ്യലായി തുണച്ച് അനുഗ്രഹിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണം. ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായി വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, രോഗം സഹിച്ചുകൊണ്ടിരിക്കുന്ന, സാമ്പത്തികമായി പട്ടിണിയും പരിവട്ടവുമായി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷമിക്കുന്നവരുടെയും വിഷമം നീ തീർത്തു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സുകളെ നീ ഇണക്കി തരുമാറാകണേ തമ്പുരാനെ. ഞങ്ങളുടെ അണികളെ നീ ഒന്നിപ്പിക്കുമാറാകണേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.